الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وهو رب العرش العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وقال نبينا محمد صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صدق نبينا المصطفى صلى الله عليه وسلم. ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ പവിത്രമേറിയ റബീഉൽ അവ്വൽ മാസം സമാഗതമായതിന്റെ ഭാഗമായിട്ട് ലോകത്തെ എല്ലാ ദിക്കുകളിലെയും മുക്കുകളിലെയും മുസ്ലിംകൾ നിരാക്ഷേപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനമാസത്തെയും ജനന ദിവസത്തെയും സ്വാഗതം ചെയ്യാനും സഹർഷം ആഘോഷിക്കുവാനും സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് റബ്ബ് തആലയുടെ ഏറ്റവും വലിയ നിഅമത്തിന് അവരവരെ കൊണ്ട് കഴിയുന്ന ശുക്റുകളും പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിമർശകർ അവരുടെ വിമർശനത്തിന്റെ ക്രൂരമ്പുകൾ എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും എഴുതി നോക്കുവാൻ വേണ്ടി ചെറുതല്ലാത്ത ശ്രമങ്ങൾ നടത്തിയെന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ജനമനസ്സുകളിൽ ഒരു നിലക്കും യേശുന്നില്ല, ജനമനസ്സുകളിൽ ഒരു നിലക്കും അതിന് സ്വാധീനിക്കാൻ സാധിക്കുന്നില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ വഹാബിയൻ കേന്ദ്രങ്ങളിൽ വരെ നബിദിനാഘോഷത്തിന്റെ സമുചിതമായ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു. സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂം അതിന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ട് റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് മുൻ റബീഉൽ അവ്വലുകളെ പോലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ നൂറുൻ അലാ നൂർ, പ്രകാശത്തിനുമേൽ പ്രകാശം എന്ന മഹത്തായ പ്രഭാഷണ പരമ്പരകൾ ദിനേന റബീഉൽ അവ്വലിൽ നടത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവും ഹിദായത്തും കരസ്ഥമാക്കാനും അതനുസരിച്ച് ജീവിക്കാനും മരണം വരെ ഈമാൻ സലാമത്തായി മരിക്കുവാനും അല്ലാഹു നമുക്കെല്ലാവർക്കും, നമ്മുടെ മാതാപിതാക്കൾക്കും ഗുരുനാഥന്മാർക്കും കൂട്ടുകുടുംബങ്ങൾക്കും സഹോദര സഹോദരിമാർക്കും ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മരിച്ചുപോയ നമ്മുടെ അഹ്ലുകാരായ ആൾക്കാർക്കും സാദാത്യങ്ങൾക്കും ആലിമീങ്ങൾക്കും മശായിഖന്മാർ റബ്ബുൽ ശിരോമതം എന്നറിയാവുന്ന മറ്റേ വിഷയം
അസ്സലാമു അലൈക്കും. ഉസ്താദ് DC-യിലാണ്. ഇൻഷാ അല്ലാഹ് അപ്പോൾ തിരിച്ചെത്തും. നെറ്റിനെന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചതാവും. ചോദ്യക്കാരൊക്കെ ഉള്ളവർ റെഡിയായിരിക്കുക. ഇൻഷാ അല്ലാഹ് വിഷയാവതരണം നടത്തിയതിനു ശേഷം കാര്യമായ അവസരം ചോദ്യങ്ങൾ ചോദിക്കാനും കൂടിയാണ്. സംശയ നിവാരണമാണ് നമ്മുടെ മുഖ്യ ലക്ഷ്യം. തെറ്റിദ്ധരിച്ച് നിൽക്കുന്നവർക്ക്. ഓക്കെ, ഉസ്താദ് വന്നിട്ടുണ്ട്. ബഹുമാനികളെ, ഡിസ്കണക്റ്റിങ്ങിന്റെ പ്രോബ്ലം ഇവിടെ കാണുന്നുണ്ട്. ഞാൻ വളരെ ചുരുക്കി കാര്യങ്ങൾ സംസാരിച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം. നെറ്റ്വർക്കിങ്ങിന്റെ പ്രോബ്ലം നന്നായി അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കേൾക്കുന്നുണ്ടല്ല? ശബ്ദം കൃത്യമായി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശരി, എന്നാൽ ഞാൻ പെട്ടെന്ന് തന്നെ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോ ഇവിടെ കഴിഞ്ഞ നവംബർ മാസം 8-ാം തീയതി 500-ന്റെയും 1000-ന്റെയും നോട്ടുകൾ പിൻവലിച്ചതിന്റെ ഭാഗമായിട്ട് രാജ്യം മുഴുവൻ തീരാ ദുരന്തത്തിലും ദുരിതത്തിലും അകപ്പെട്ടപ്പോ വലിയ സന്തോഷവാന്മാരായിട്ട് പ്രത്യക്ഷപ്പെട്ട വിഭാഗമാണ് കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമായുടെ ആൾക്കാർ. അവർ കറൻസിക്ക് സക്കാത്തില്ല എന്ന വാദത്തിന്റെ ഏറ്റവും വലിയ തെളിവായിട്ടും അതിന്റെ ഏറ്റവും വലിയ പ്രാമാണികനായിട്ടും നരേന്ദ്രമോദിയെ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പൊ ആ സന്ദർഭത്തില് കറൻസിയുടെ സക്കാത്ത് എന്ന് പറയുന്നത് അത് ഒരു വാട്സപ്പില് അല്ലെങ്കിൽ ഒരു ചെറിയ സംസാരത്തിൽ സംസാരിക്കേണ്ടുന്ന ഒരു വിഷയം അല്ല. മറിച്ച് അത് വളരെ ദീർഘമായിട്ട് സംസാരിക്കേണ്ടുന്ന ഒരു വിഷയം ആണ് എന്ന നിലയ്ക്ക് ഞാൻ ഈ SKICR അത് സംബന്ധമായിട്ട് ഒരു ക്ലാസ് എടുത്തിരുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ഇതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമായെ വളരെയധികം മോശമായിട്ട് അതിന്റെ പണ്ഡിതന്മാരെയൊക്കെ വളരെ വിവരമില്ലാത്ത ആളുകളായിട്ട് വിശേഷിപ്പിക്കുന്ന ഒരു പ്രവണത കണ്ടപ്പോൾ കേരള സംസ്ഥാനക്കാരുടെ മൗലാന എന്ന് അവർ പരിചയപ്പെടുത്തുന്ന നജീബ് മൗലവിയുടെ ഫത്വകളിലുള്ള വൈരുദ്ധ്യവും ആ വൈരുദ്ധ്യത്തിന്റെ കാരണം എന്തെന്നുള്ള നമ്മുടെ ചോദ്യവും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ് കഴിഞ്ഞ 16-ാം തീയതി നിർവഹിച്ചത്. അപ്പൊ അതേ തുടർന്ന് വാട്സപ്പിൽ അവരുടെ ഏതോ ഒരു ഗ്രൂപ്പിൽ MT ദാരിമിയുടെ അല്ലെങ്കിൽ MT അബൂബക്കർ ദാരിമിയുടെ വെളിച്ചപ്പാടുകൾ അല്ലെങ്കിൽ വെളിപാടുകൾ എന്ന പേരിൽ അതിനൊരു മറുപടി എന്നോണം ഒരു പാർട്ടി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ പാർട്ടിയിൽ പ്രധാനമായിട്ട് കടമിടപാടിനെ സംബന്ധിച്ചുള്ള ചർച്ചകളായിരുന്നു. അപ്പോ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണെന്നാണ് എൻ്റെ ഓർമ്മ, കഴിഞ്ഞ ദിവസം കറൻസിയിലെ കടമിടപാട് എന്ന വിഷയത്തെ സംബന്ധിച്ച് അതിന്റെ ഷാഫിഈ ഫിഖ്ഹും ആ ഫിഖ്ഹിൽ കേരള സംസ്ഥാനക്കാർക്ക് സംഭവിച്ച ഭീമമായ അബദ്ധവും തുറന്നു കാണിക്കുകയുണ്ടായി. രണ്ടാമതായിട്ട് നവംബർ 16 പ്രസംഗത്തിന്റെ 2-ാം പാർട്ട് എന്ന പേര് പറഞ്ഞിട്ട് MT അബൂബക്കർ ദാരിമിയുടെ അല്ലെങ്കിൽ MT ദാരിമിയുടെ വെളിപാടുകൾക്ക് ഖണ്ഡനം എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അഥവാ ഞാൻ എന്റെ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു, സ്വർണവെള്ളിക്ക് സക്കാത്ത് നിർബന്ധമാവാനുള്ള നിമിത്തം അതിന് ഫുഖഹാക്കൾ ഒരുപാട് ഇബാറത്തുകൾ നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് നഖദിയത്ത്. അതുപോലെ തന്നെ കൗനുഹു മുഅദ്ദൽ ലിന്നമായി അൽ ഇസ്തിഗ്നാഉ അനിൽ ഇൻതിഫാഇ ബിഹി, ഇങ്ങനെ ധാരാളം ഇബാറത്തുകൾ. ആ ഇബാറത്തുകളെല്ലാം തന്നെ സംയോജിപ്പിച്ചുകൊണ്ട് അത് ആ നിമിത്തം ആ ഇല്ലത്ത് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഹലിയ്യു മുബാഹില് സക്കാത്ത് ഇല്ല എന്ന് ശാഫിഈ മദ്ഹബിൽ പറയാൻ കാരണം എന്ന് ഞാൻ അവിടെ വിശദീകരിക്കേണ്ടായി. അപ്പോ ഹലിയ്യു മുബാഹ് നട്ടത് തന്നെ, ഹലിയ്യു മുബാഹ് അനുവദനീയമായ ആഭരണം എന്ന് പറയുന്നത് നഖദാണ്. അഥവാ അത് സ്വർണവെള്ളിയെ പറ്റി പറയുന്ന നഖദ് എന്നുള്ള ആ പരിധിയിൽ അത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വാദിച്ചുകൊണ്ടാണ് അവരുടെ രണ്ടാമത്തെ മറുപടി വന്നിട്ടുള്ളത്. ആ മറുപടി തനിച്ച അബദ്ധവും
കിതാബിന്റെ ഇബാറത്തുകളെ ഹല്ല് ചെയ്യാനുള്ള പരിചയമില്ലായ്മയുടെയും അടിസ്ഥാനത്തിൽ സംഭവിച്ചതാണ് എന്ന് കേരള സംസ്ഥാനക്കാരെ പറ്റി എനിക്കിവിടെ പറയേണ്ടി വന്നതിൽ എനിക്ക് അതിയായ വിഷമമുണ്ട്. കാരണം അവരുടെ പേരിൽ ഇത് പ്രസിദ്ധീകൃതമാകുമ്പോൾ അതിന്റെ ജാമ്യതയും അതിന്റെ മോശത്തരവും സംഭവിക്കൽ ആർക്കൊക്കെയാണ് എന്ന് അവർ ഒരു വേള ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുവദനീയമായ ആഭരണങ്ങൾക്ക് സക്കാത്തില്ലെന്ന് പറയാൻ കാരണം അത് നഖദിയത്ത് എന്ന ഇല്ലത്ത് അതിൽ ഇല്ലാത്തത് കൊണ്ടല്ല, ഇല്ലത്ത് അതിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അത് അനുവദനീയമായ ഉപയോഗത്തിന് വേണ്ടിയായതുകൊണ്ടാണ് സക്കാത്തില്ലാതെ ആയത്. അപ്പൊ ഇല്ലത്തുണ്ടായിട്ടും ഹുക്കുമില്ലാതിരിക്കുക, ഇല്ലത്ത് ആണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. നഖദിയത്ത് എന്നുള്ളത് ഇല്ലത്താണെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ നിമിത്തം. പക്ഷെ ആ ഇല്ലത്ത് ഉണ്ടായിരിക്കെ തന്നെ പക്ഷേ സക്കാത്ത് നിർബന്ധമാവുക എന്ന ഹുക്മ് നഷ്ടപ്പെടുന്നു. അപ്പൊ എന്ത് വന്നു? തഖല്ലുഫുൽ ഹുക്മി അനിൽ ഇല്ലത്തി, ഇല്ലത്തുണ്ട് പക്ഷേ ഹുക്കുമില്ല. അങ്ങനെ വന്നാൽ അത് ഇല്ലത്തല്ലാന്ന് വരൂലേ? അപ്പൊ നിങ്ങൾ സമ്മതിച്ച കാര്യം മഫ്റൂദു അന്നഹു ഇല്ലത്തുൻ, ഇല്ലത്താണെന്ന് സമ്മതിക്കപ്പെട്ട കാര്യം അത് ഇല്ലത്തല്ലാന്ന് വരുന്നു. അത് ഖവാദിഹിൽപ്പെട്ടതാണെന്നാണ്. ഇല്ലത്തിന്റെ ഇല്ലിയത്തിനെ ഇല്ലായ്മയാക്കുന്ന കാര്യത്തിൽ പെട്ടതാണ് എന്ന ജംഉൽ ജവാമിയുടെ ഉസൂല് പോലും തിരിച്ചറിയാതെയാണ് ഇവർ ഫിഖ്ഹിന്റെ യഥാർത്ഥ അർത്ഥം വെക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതുകൊണ്ട് അവരുടെ വാദഗതികളിൽ നിന്ന് ഒന്നാമതായിട്ട് അവർ തെളിവ് പറഞ്ഞത് എന്താണ്? അനുവദനീയമായ ആഭരണം നഖദ് തന്നെ എന്നതിന് അവര് തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 3-ാം വാള്യം 271-ാമത്തെ പേജിൽ ഒരു ഇബാറത്താണ് അർത്ഥത്തിൽ. ഇമാം ഇബ്നു ഹജർ വൈസക്കൽ മുഹറമു മിനൻ നഖദി മിൻ ഹുലിയിൽ വഗൈരിഹി വകദൽ മക്റൂഹു ലൽ മുബാഹു ഫിൽ അദ്ഹരി ലിഅന്നഹു മുഅദ്ദുൽ ലിസ്തിഅമാലിൽ മുബാഹിൽ ഫഅസ്ബഹ അംതിഅത അദ്ദാർ. അതാണ് ഇബ്നു ഹജർ തങ്ങളുടെ ഇബാറത്ത്. അതിൽ ഇവർ കൊടുത്ത അർത്ഥം എന്താണ്? നഖദിൽ നിന്നുള്ള ഹറാമോ കറാഹത്തോ ആയ ആഭരണങ്ങൾക്കും അല്ലാത്തവയ്ക്കുമെല്ലാം സക്കാത്ത് നൽകപ്പെടണം. ഒരു പുരുഷൻ ധരിക്കാൻ വേണ്ടി ആഭരണം ഉണ്ടാക്കിക്കുകയാണെങ്കിൽ അത് ഹറാമായ ആഭരണമാണല്ലോ. സ്വർണ്ണവെള്ളി കൊണ്ട് ആഭരണം പുരുഷന്മാർക്ക് ധരിക്കാൻ പാടില്ലല്ലോ, അത് ഹറാമാണല്ലോ. അപ്പൊ അങ്ങനത്തെ അതേപോലെ തന്നെ കറാഹത്തായ ആഭരണങ്ങളുണ്ട്. അപ്പൊ നഖദിൽ നിന്നുള്ള ഹറാമോ കറാഹത്തോ ആയ ആഭരണങ്ങൾക്കും അല്ലാത്തവയ്ക്കും എല്ലാം സക്കാത്ത് നൽകപ്പെടണം. എന്നാൽ നഖദിൽ പെട്ട അനുവദനീയമായ മേൽ വസ്തുക്കൾക്ക് സക്കാത്ത് പ്രബല വീക്ഷണ പ്രകാരം ഇല്ല. അപ്പൊ ലൽ മുബാഹു എന്നാണ് അവർ അർത്ഥം വെച്ചത്. ലൽ മുബാഹു എന്ന് പറഞ്ഞാൽ എന്നാൽ നഖദിൽ പെട്ട അനുവദനീയമായ മേൽ വസ്തുക്കൾക്ക് സക്കാത്ത് പ്രബല വീക്ഷണ പ്രകാരം ഇല്ല. അങ്ങനെ അർത്ഥം വെക്കാൻ കാരണം അവർ തന്നെ വിശദീകരിച്ചത് എന്താണ്? ലൽ മുബാഹു എന്ന് പറഞ്ഞാൽ ലാ യുസക്കൽ മുബാഹു മിനൻ നഖദി മിൻ ഹുലിയിൻ വഗൈരിഹി എന്നായിരിക്കുമല്ലോ. അപ്പോൾ മുബാഹായ ആഭരണത്തിനും നഖദ് എന്ന് പറയപ്പെടുമെന്നും നഖദിയത്ത് അതിന് നഷ്ടപ്പെടുമെന്ന വാദം മഹാ അബദ്ധമെന്നും സിദ്ധിച്ചു കിട്ടി എന്നാണ് ഇവർ പറയുന്നത്. എന്റെ വാദം മഹാ അബദ്ധമാണ്. പക്ഷെ ഈ സഹോദരന്മാര് ഒന്നിരിക്കലും അവർക്ക് ഇബാറത്ത് അർത്ഥം വെക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് ഇബാറത്തിൽ തട്ടിപ്പ് നടത്താൻ പ്രാവീണ്യം നൽകപ്പെട്ടു. രണ്ടാമത് സംഭവിച്ചിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട്? വൈസക്കൽ മുഹറമു മിനൻ നഖദി എന്ന് പറഞ്ഞാൽ നിന്നെ ഏതാണ് സംസ്ഥാനക്കാരെ? നിന്നെ തദ്ഈലിയാണോ നിന്നെ ഇബ്തിദായിയാണോ പറയണം. നിങ്ങൾ നഹവിന്റെ ഗ്രാമറൊക്കെ പഠിച്ചിട്ട് വേണം കേട്ടോ അർത്ഥം വെക്കാന്. നഹവ് എന്ന് പറയുന്ന അറബി ഗ്രാമർ, അതിനെക്കുറിച്ച് അറിവില്ലാത്തവൻ അവൻ പരിഹാസ്യനാകും. എന്തുകൊണ്ടെന്നാൽ സകല വിജ്ഞാനീയങ്ങളും എല്ലാ വിജ്ഞാനങ്ങളും അറബി നഹവിലേക്ക് ഗ്രാമറിലേക്ക് അത്യന്താപേക്ഷിതമായതാണ്, അനിവാര്യമായതാണ്. മനസ്സിലായി നിങ്ങൾക്ക്?
അപ്പൊ വൈസക്കൽ മുഹറമും മിനൻ നഖദി എന്ന് പറയുന്ന നഖദിൽ പെട്ടാനല്ല, നഖദിൽ നിന്നുള്ള ഹറാമായ ആഭരണത്തിന് സക്കാത്ത് കൊടുക്കണം. പിന്നെ ലൽ മുബാഹുമിനൻ നഖദി എന്ന് പറഞ്ഞാൽ പിന്നെന്തിനാ നിങ്ങളവിടെ മിനൻ നഖദി എന്ന് പറഞ്ഞാൽ നഖദിൽ പെട്ടാന്ന് നിന്ന് തെബീബിന്റെ അർത്ഥം വെച്ചത് എന്തിനാ? ലൽ മുബാഹുമിനൻ നഖദി എന്ന് പറഞ്ഞാൽ നഖദിൽ നിന്നുള്ള അനുവദനീയം. നഖദിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ ഈ അനുവദനീയമായ ആഭരണത്തിന്റെ അസില്, അതിന്റെ തുടക്കം നഖദായിരുന്നു. ബസറയിൽ നിന്ന് ഒരാൾ കേരളത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ ഇപ്പൊ അയാൾ ബസറയിലാണ് അർത്ഥം. അയാൾ യാത്ര തുടങ്ങിയത് ബസറയിൽ നിന്നാണ് എന്നാണ്. ഇപ്പൊ അയാൾ ബസറയിലാണ് എന്നല്ല അർത്ഥം. കുല്ലുക്കുമ്മിൻ ആദമാവ് ആദമുമിൻ തുറാബ് എന്ന് കാണാം ഹദീസിൽ. നിങ്ങളെല്ലാം ആദമിൽ നിന്നാണ്. ആദം നബി ആണെങ്കിലോ മണ്ണിൽ നിന്നുമാണ്. അതിന്റെ അർത്ഥം എന്താണ്? ആദം നബി മണ്ണാണെന്നാണോ? മനുഷ്യരെല്ലാം ആദം നബിയാണെന്നാണോ? നിങ്ങളെന്തിനാ നിന്ന് ഇബിത്തിദായിയ നിന്നിന് തെബീബിന്റെ അർത്ഥം വെച്ചത് എന്തിനാ? ആരാണ് നിങ്ങൾക്ക് അർത്ഥം പറഞ്ഞു തന്നത്? ബോധപൂർവമാണോ നിങ്ങൾ അർത്ഥം നൽകിയത്? അതോ അബോധത്താൽ സംഭവിച്ചതാണോ? അതോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായോടും അതിന്റെ സമുന്നതരായിരുന്ന ശൈഖുന ശംസുൽ ഉലമായോടുള്ള നിങ്ങളുടെ കുതിപ്പതയുണ്ടല്ലോ, കുതിപ്പത, നിങ്ങളുടെ അസ്ലിയായ പദ ശംസുൽ ഉലമയോടാണെന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ ഈ എഴുതി പിടിപ്പിച്ചത്? എനിക്ക് മറുപടി പറയാനെന്ന പേരിൽ ഇതിനകറിന്റെ ഇബാറത്തിനെ കോട്ടിമാറ്റിയത്? അതുകൊണ്ട് ആ തട്ടിപ്പൊന്നും ആ പരിപ്പ് ഇവിടെ നമ്മളെ മുമ്പിൽ വേവില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കുക. ഞാൻ സംസ്ഥാനക്കാരെ അടിച്ചാക്ഷേപിക്കുകയോ ആക്ഷേപഹാസ്യങ്ങൾ നടത്തുകയോ അധിക്ഷേപിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യുകയല്ല. മാന്യമായ വിമർശനം മാത്രമാണ് നടത്തുന്നത്. അതിനവർക്ക് മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം എന്നുള്ള വിനീതമായ അപേക്ഷ ഞാൻ കേരള സംസ്ഥാനയുടെ പണ്ഡിതന്മാരോടും അനുഭാവികളോടും നടത്തുകയും ചെയ്യാം. നമുക്കൊരിക്കലും തന്നെ തിരുത്തൂല അല്ലെങ്കിൽ പറഞ്ഞതിൽ നിന്ന് മാറ്റൂല അങ്ങനത്തെ വാശിയൊന്നുമില്ല. തെറ്റ് ബോധ്യപ്പെട്ടാൽ ഉടനെ തിരുത്തും. കാരണം ഇത് നമ്മുടെ തറവാട്ടിന്റെ വിഷയമല്ലല്ലോ പറയുന്നത്, ഇത് പറയുന്നത് ഫിഖ്ഹല്ലേ. അതുകൊണ്ട് ഇന്ന് ഇവർ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അനുവദനീയമായ ആഭരണത്തിൽ സക്കാത്തില്ലാതിരിക്കാൻ കാരണം അത് മുബാഹായ ഉപയോഗത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടു എന്ന കാരണത്തിന് വേണ്ടിയാണ്. നഖദിയത്ത് നഷ്ടപ്പെട്ടത് കൊണ്ടല്ല. എന്താണ് ഇവർ ഈ പറയുന്നത്? നഖദിയത്ത് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് മഹാനായ ഇമാം ഇബ്നു ഹജർ ഹൈത്തമി റളിയല്ലാഹു തആല അൻഹു തുഹ്ഫത്തുൽ മുഹ്താജിന്റെ 3-ാം വോള്യത്തിന്റെ 273-ാമത്തെ പേജിൽ പറയുന്നത് എന്താണ്? ലിഅന്നഹു, കാരണം ആഭരണം ഫിൽ ഊല, ഒന്നാമത്തെ രൂപത്തിൽ, ബിസ്സിയാവത്തി, അതിനെ ആഭരണ രൂപത്തിൽ വാർക്കപ്പെടൽ കാരണത്താൽ, ബഖല തഹയ്യുഹു ലിൽ ഇഖ്റാജിൽ മുൽഹിഖ് ലഹു ബിന്നാനിയാത്ത്, സ്വയം വളർച്ചയുള്ള ധനങ്ങളോട് സ്വർണവെള്ളിയെ ചേർത്തുന്ന ചെലവാക്കാൻ വേണ്ടി തയ്യാറായതാവുക എന്ന ആ നിമിത്തത്തിനെ ആ നിമിത്തം അത് മുഖാന്തരം ബാത്തിലായി. മനസ്സിലായി? അൽ ഇസ്തിഗ്നാഉ അനിൽ ഇന്തിഫാഇ ബിഹി, അല്ലെങ്കിൽ അത്തഹയ്യു കൗനുഹു മുഅദ്ദൻ ലിന്നമാഇ പോലുള്ള നിമിത്തമായി ഫുഖഹാക്കൾ പറഞ്ഞ കാര്യം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അതിൽ സക്കാത്തില്ലാതെയായത്. മനസ്സിലായി? നഷ്ടപ്പെട്ടു തന്നെയാണ്, അല്ലാതെ നഖദിയത്ത് അവശേഷിച്ചുകൊണ്ട് മുബാഹായ ഇസ്തിഅമാലിന് വേണ്ടിയാക്കി എന്നല്ല ഫുഖഹാവ് പറയുന്നത്. നഖദിയത്ത് എന്ന് പറയുന്ന ആ ഇസ്തിഅദാദ്, ആ തയ്യാറാക്കപ്പെടൽ, ഒരുക്കപ്പെടൽ, അത് അതിന് നഷ്ടമായി എന്നാണ്. ചില ഇബാറത്തുകളിലൊക്കെ ഫുഖഹാക്കൾ ഇബാറത്ത് ഇട്ടത് എങ്ങനെയാണ്? ലിഅന്നഹു സാറ മുഅദ്ദൻ ലിൽ ഇസ്തിഅമാലീന. ബഹുമാനപ്പെട്ട ഫുഖഹാക്കൾ ചില സ്ഥലങ്ങൾ, ഉദാഹരണം മഹാനായ ഇമാം ബുജൈരിബി തങ്ങൾ അവിടുത്തെ കിതാബിൽ പറഞ്ഞത് ലിഅന്നഹു സാറ മുഅദ്ദൻ ലിൽ ഇസ്തിഅമാലിൽ മുബാഹിൻ. എന്താ സാറ എന്ന് പറഞ്ഞാല്? ഒരവസ്ഥയിൽ നിന്ന് മാറി വേറൊരു അവസ്ഥ പ്രാപിക്കുന്നതിനെ പറ്റിയ സാറ എന്ന് പറയാം. അപ്പൊ നേരത്തെയുള്ള ഇല്ലത്ത്, നഖദിയത്ത് എന്ന് പറഞ്ഞ ഇല്ലത്ത് വിനഷ്ടമായി പുതിയ ഒരു ഇല്ലത്തിലേക്ക് അത് പ്രാപിച്ചു. അതാണ് കാരണം. സാറ എന്ന് പറഞ്ഞാൽ അതാണ്.
തഹവ്വുലുൻ മിൻ ഹാലിൻ ഇലാ ഉഖ്റ, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് വ്യതിചലിക്കുമ്പോൾ സ്വാറ എന്ന് പറയാം. കേവലം അക്ഷരവായന മാത്രം വായിച്ചിട്ട് കിതാബ് അർത്ഥം വെക്കാൻ വേണ്ടി മുതിരണ്ട എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ഇമാം സുലൈമാൻ ജമൽ റളിയല്ലാഹു തആല അൻഹു കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഇബാറത്ത് കൂടി ഞാനിവിടെ വായിക്കാം. ബഹുമാനപ്പെട്ടവർ പറയാം, അന്ന സക്കാത്ത് ഇന്നമാ തജിബു ഫീ മാലിൻ നാമിൻ, വളർച്ചയുള്ള ധനത്തിലെ സക്കാത്ത് നിർബന്ധമാകുള്ളൂ. വന്നഖ്ദു, സ്വർണവെള്ളി വൈറുനാമിൻ, അവ സ്വയം അവയ്ക്ക് വളർച്ചയില്ല. എങ്കിലും ഇന്നമാ ഉൽഹിഖ ബിന്നാമി, വികാസമുള്ള ധനത്തിനോട് അതിനെ ചേർക്കപ്പെട്ടത് ലിതഹയ്യുഇഹി ബിഹി ലിൽ ഇഖ്റാജി, അതിനെ ചെലവഴിക്കാൻ വേണ്ടി അത് തയ്യാറായതിനു വേണ്ടിയാണ്. വബിസിയാർത്തി, അതിന് ആഭരണമായി വാർക്കപ്പെടൽ കൊണ്ട് ബത്തല തഹയ്യുഉഹു ലഹൂന, ആ തയ്യാറെടുപ്പ് അതിന് നഷ്ടമായി, അതിൽ ഇല്ലാതെയായി. അതോ ഇല്ലത്തില്ലാതെയായപ്പോഴാണ് ഹുക്കുമില്ലാതെയായത്, അല്ലാതെ ഇല്ലത്ത് ഉണ്ടായിക്കൊണ്ട് ഹുക്കുമ നഷ്ടപ്പെടുകയല്ല ചെയ്യുന്നത്. ഇല്ലത്ത് ഉണ്ടായിക്കൊണ്ട് ഹുക്കുമ നഷ്ടപ്പെട്ട സുഹൃത്തുക്കളെ ആ ഇല്ലത്തല്ലാതെ ആവൂലേ? എന്താ നിങ്ങൾ ഈ പറയുന്നത്? പിന്നെ അടുത്ത ഇവരുടെ സംശയം എന്താ വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ അനുവദനീയമായ ആഭരണത്തിൽ നഖദിയത്ത് നഷ്ടപ്പെടുമെന്നാണെങ്കിൽ ഹറാമും കറാഹത്തുമായ ആഭരണത്തിൽ പിന്നെ എങ്ങനെയാണ് സക്കാത്ത് ഉണ്ടായത് എന്നാ അവരുടെ അടുത്ത ചോദ്യം. ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ വളരെ കൃത്യമായി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരൊറ്റ ഇബാറത്ത് ഞാൻ വായിക്കാം. സുലൈമാനുൽ ജമൽ പറഞ്ഞ ഇബാറത്ത് എന്താണ്? സ്വർണവള്ളിയിൽ സക്കാത്ത് ഉണ്ടാവാൻ കാരണം അൽ ഇസ്തിഗ്നാഉ അനിൽ ഇന്തിഫാഇ ബിഹിമാണ്, അത് സ്വയം ഉപഭോക്തൃ വസ്തു അല്ലാതെ മറ്റുള്ളവയുടെ വിനിമയ മാധ്യമമാവുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞതിന്റെ വിശദീകരണമായിട്ട് പറയാം. സ്വയം ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ ഐ അദമുൽ ഇന്തിഫാഇൽ മുബാഹി, അനുവദനീയമായ ഉപയോഗം ഇല്ലാതിരിക്കാനാണ്. അതെങ്ങനെയാണ്? ആ അനുവദനീയമായ ഉപയോഗം ഇല്ലാതിരിക്കുക എന്നുള്ളതിന് രണ്ട് സൂറത്താണുള്ളത്. എല്ലാം യൂജത്തിൽ ഇന്തിഫാഉ ബിഹിമ, ഒന്നിരിക്കൽ തീരെ ഉപയോഗം ഇല്ലാതിരിക്കൽ കൊണ്ട്, ഔ ഉജിത ഇന്തിഫാഉൻ വൈറു മുബാഹിൻ, അല്ലെങ്കിൽ മുബാഹല്ലാത്ത ഹറാമോ കറാഹത്തോ ആയ, ബിഅൻകാന മുഹറമൻ ഔ മക്റൂഹൻ, ഹറാമോ കറാഹത്തോ ആയ ഉപഭോഗം ആവൽ കൊണ്ട്. അപ്പൊ ആ സമയത്ത് അതിന് ഇന്തിഫാ ഇല്ലാന്ന, അതിന് ഇസ്തിമാൽ ഇല്ലാന്ന, ഹറാമും കറാഹത്തുമായ ഉപയോഗത്തെ പറ്റി ഫുഖഹാക്കൾ എന്താക്കുന്നില്ല? ഇസ്തിമാലായിട്ട് അംഗീകരിക്കുന്നില്ല. മനസ്സിലായോ? അപ്പൊ ഇസ്തിമാലായിട്ട് അംഗീകരിക്കാത്തത് കൊണ്ട് തന്നെ ആ ഹറാമും കറാഹത്തുമായ ആ ഉപയോഗത്തെ നഖദിയത്തിനെ നഷ്ടപ്പെടുത്തുന്ന ഉപയോഗമായിട്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അതിൽ നഖദിയത്ത് അവശേഷിച്ചത്. മനസ്സിലായോ? അതേസമയത്ത് മുബാഹായ ഇസ്തിമാല് അങ്ങനെയല്ല. ഇത് ഫുഖഹാക്കളെ നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു, എന്റെ 16-ാം തീയതിക്കത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, സ്വർണം തുരുമ്പിച്ചാൽ അതിന് സക്കാത്തില്ല എന്ന് പറഞ്ഞിരുന്നു. അതിനെ സംബന്ധിച്ച് ഇവർ പറയുന്നത് സക്കാത്തുണ്ട്, സ്വർണം തുരുമ്പിച്ചാലും സക്കാത്തുണ്ട്. അത് ഷെർവാനിയുടെ ഒരു ഇബാറത്ത് ഉദ്ധരിച്ചിരിക്കുകയാണ്. എന്താണ് അതിന്റെ നിജസ്ഥിതി? മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫത്തുൽ മുഹ്താദിൽ പറയുന്നത്, എന്റെ ശ്രോതാക്കൾ ശരിക്കും ശ്രദ്ധിക്കണം, നിങ്ങൾക്കിത് ഒരു പുതിയ ക്ലാസ് ആയതുകൊണ്ട്, പുതിയ അവതരണമായതുകൊണ്ട് ഒരുപക്ഷെ മുഴുവൻ ഭാഗത്തേക്കും എല്ലാ ആളുകൾക്കും കടന്നു ചെല്ലാനോ ചിന്തിക്കാനോ, അല്ലെങ്കിൽ ഫുഖഹാഇന്റെ വളരെ ചർവണം നടത്തപ്പെടുന്ന വാചകങ്ങളെ ശരിയായ വിധത്തിൽ വിലയിരുത്താൻ ഒരു പക്ഷെ നിങ്ങൾക്ക് ശ്രോതാക്കൾക്ക് എല്ലാവർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ നിങ്ങൾ ക്ഷമയോടുകൂടി കേട്ടാൽ മതി. വയഹ്റുമു അലർ റജുലി വൽ ഖുൻസ, പുരുഷനും നപുംസകനും ഹറാമാണ്. ഹുലിയു ദഹബി, സ്വർണ്ണ ആഭരണം ഹറാമാണ്. ഇതാരാ പറയുന്നത്? മിൻഹാജുൽ നബിമാൻ പറയുന്നത്. അതിനെ വിശദീകരിച്ചുകൊണ്ട് തുഹ്ഫ പറയുകയാണ്, ഇല്ലാ അൻ സദിഅ, അത് തുരുമ്പിച്ചാൽ ഒഴികെ. ബിഹൈസു ലാ യതബയ്യനു, അങ്ങനെയാണ് തുഹ്ഫയിൽ കാണുന്നത്. ബിഹൈസു ലാ യദീനു എന്നും കാണുന്നുണ്ട്. അത് വെളിവാവാത്ത വിധത്തിൽ ആകെ തുരുമ്പിച്ച് ഉള്ളും പുറക്കെ പാറ്റ തുരുമ്പിച്ചിരുന്നു, എന്നാൽ അത് ഹറാമില്ല. കമാ നഖലഹു ഫിൽ മജ്മൂഇ അൻ ജംഇൻ, നബിമാം ശറഉൽ മുഅദ്ദബിൽ ഒരു കൂട്ടം ഫുഖഹാക്കളെ തൊട്ട് ഉദ്ധരിച്ചതുപോലെ. വയുവജ്ജഹു ബിസവാലിൽ ഖുയലാഇ അൻഹു ഹീനഇദിൻ,
നദീറ മാ മർറ ഫീ ഇനാഇ നഖദിൻ സബിഅ ഔ ഉശിയ. ആ ഇബാറത്ത് നമ്മൾ അർത്ഥം വെക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ആവശ്യമില്ല. അപ്പൊ പുരുഷൻ നപുംസകം എന്നിവർക്ക് സ്വർണം ധരിക്കൽ ഹറാമാകും, സ്വർണം എന്ന് അവ്യക്തമാകും വിധം തുരുമ്പ് പിടിച്ചാലൊഴികെ. ഇവിടെ ശെർവാനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? കൗലുഹു ബി ഹൈസുലാ യബീനു ഇലാ ആഖിരിഹി ഐ ഫലാ ഹുർമത. തുരുമ്പ് പിടിച്ചിട്ടാണെങ്കിൽ പിന്നെ ആ സ്വർണം ഉപയോഗിക്കലും ധരിക്കലും ഹറാമില്ല. ലാക്കിൻ പക്ഷേ യംബഗി കറാഹത്തുഹു, എങ്കിലും അത് ആവലാണ് യോജിപ്പ്. ഫതജിബു ഫീഹി സകാത്ത്, കാരണം കറാഹത്താണെങ്കിൽ അതിൽ സക്കാത്ത് നിർബന്ധമാകും. കറാഹത്താകുമ്പോ അത് കാരണം അതിൽ സക്കാത്ത് നിർബന്ധമാകും എന്ന് അലി ശബ്റാമിൽ നസിയെ തൊട്ട് പിന്നെ ഉദ്ധരിച്ചിരിക്കുകയാണ്. ഈ ഇബാറത്തില് ലാക്കിൻ എംബവി എന്ന് പറഞ്ഞ എംബവി എന്നുള്ള വാക്ക് പല അർത്ഥത്തിലും വരും. എംബവി എന്ന് പറഞ്ഞാൽ യജിബു എന്നുള്ള അർത്ഥത്തിൽ വരും, നിർബന്ധമാകും, അല്ലെങ്കിൽ യുസല്ലു എന്നുള്ള അർത്ഥത്തിൽ വരും, അല്ലെങ്കിൽ യലീഖു എന്നുള്ള അർത്ഥത്തിൽ വരും. അതുപോലെ തന്നെ യതറജ്ജഹു എന്ന പല അർത്ഥത്തിലും വരും. അങ്ങനെ കറാഹത്താണെന്നുള്ളതാണ് പ്രബലം. ആ അർത്ഥത്തിൽ എംബവി എന്നുള്ള വാക്ക് വരാറുണ്ട്. അതുപോലെ തന്നെ നിർബന്ധം സുന്നത്ത് എന്നുള്ള വാക്ക് കറാഹത്താണെന്നുള്ളത് സുന്നത്താണ് നിർബന്ധമാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ അർത്ഥം ഏതായാലും ഇവിടെ ഉദ്ദേശ്യമല്ല. പ്രബലം എന്നുള്ള അർത്ഥം ഇവിടെ ഉദ്ദേശ്യമാണോ ഇല്ലേ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അത് ഉദ്ദേശ്യമാകാൻ യാതൊരു നിർവാഹവുമില്ല. മറിച്ച് എംബവി എന്നുള്ളത് ലി മുജറദിൽ ബഹസി, അത് പറഞ്ഞ ആളുടെ ഒരു ചർച്ചയായിട്ട് മാത്രമാണ് വിലയിരുത്തുക എന്ന നിലക്കും എംബവി എന്നുള്ള വാക്ക് ഫുഖഹായിന്റെ ഇബാറത്തുകളിൽ നിരന്തരമായി വരാറുണ്ട്. ആ പ്രയോഗത്തിലാണ് ഈ എംബവി ഉൾപ്പെടുത്തേണ്ടത്. എന്തുകൊണ്ടെന്നാൽ ഒരാളുടെ ബഹസ് അത് മുഅ്തമദാവണമെന്നുണ്ടെങ്കിൽ പ്രബലമായ ഇബാറത്തുകളോട് എതിരാവാതിരിക്കണമെന്നുണ്ട്. ഇവിടെ മഹാനായ ഇമാം റംലി റളിയല്ലാഹു തആല അൻഹു എന്താണ് വിശദീകരിച്ചതെന്ന് നോക്കണം. അതിനു മുമ്പായിട്ട് ഇവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലാക്കിൻ യംബഗി കറാഹത്തുഹു എന്ന് പറഞ്ഞ ആ ഇബാറത്ത് അതിന്റെ മുമ്പത്തെ ഇബാറത്ത് ബോധപൂർവ്വം ഒഴിവാക്കി. എന്നിട്ട് അങ്ങനെ ഒരു ഇബാറത്ത് ഉണ്ടെങ്കിലും അത് അപ്രബലമായ ആണ്, അതിവിടെ ഞങ്ങൾ ഉദ്ധരിക്കുന്നില്ല, അതവിടെ ഇരിക്കട്ടെ, സൂചന മാത്രം തരുന്നു എന്ന് പറഞ്ഞിട്ട് സൂചിപ്പിച്ചിട്ടാണ് തയ്ക്കുക. അത് സൂചിപ്പിക്കാൻ കാരണം അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ ഇരുത്താൻ കാരണം എന്താ വെച്ചാൽ അതിന് അർത്ഥം വെച്ചിട്ടുണ്ടെങ്കിൽ അവര് പെടും, അവർക്കറിയാം. എന്താണ് ആ ഇബാറത്ത്? ഇമാം അബ്ദുൽ ഹമീദ് ഷെർവാനി തെഹ്സ വിശദീകരിച്ചുകൊണ്ട് പറയാം, ഖൗലുഹു ഇല്ലാ അൻ സദിഅ ഇലാ ആഖിരിഹി. ഇബാറത്തുൽ ഉബാബ്, ഇമാം മുസജ്ജിദിന്റെ ഉബാബിന്റെ ഇബാറത്ത്, യഹ്റുമു അല റജുലി ഇസ്തിഅമാലു ദഹബി മാ ലം യസ്ബൽ, പുരുഷൻ സ്വർണം ഉപയോഗിക്കൽ ഹറാമാണ് നുരുമ്പാത്ത കാലത്തോളം. വ ഇബാറത്തു ശർഹി മുർ, ഇമാം റംലി തങ്ങളുടെ ഇബാറത്ത് എന്താണ്? വ മർറ അന്ന ദഹബ ഇദാ ഹാല ലൗനുഹു വ ദഹബ ജിൻസുഹു, സ്വർണത്തിന്റെ വർണ്ണം ഒക്കെ മങ്ങി അതിന്റെ ആ ജിൻസ് പോയാല് യൽതഹിഖു ബി ദഹബി ഇദാ സദിഅ, നുരുമ്പിപ്പോയ അതിന്റെ വദഹബ ജിൻസുഹുനല്ല വദഹബ ഹുസ്നുഹുന, ഞാൻ എഴുതിയിൽ തൊട്ട് സംഭവിച്ച പിഴവാണ്. വദഹബ ഹുസ്നുഹു, സ്വർണത്തിന്റെ നിറം മങ്ങി അതിന്റെ ഭംഗി പോവുകയും ചെയ്താൽ അത് തുരുമ്പ് പിടിച്ച സ്വർണത്തിനോട് അയത്ത് ചേർക്കുക എന്ന് അലാമക്കാരുകൾ ബന്ദനീജിയും, അങ്ങനെ ബന്ദനീജി പറഞ്ഞു. ഇമാം അല്ലാമ ബന്ദനീജി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കമാനക്കലഹു ഫിൽ ഖാദിമി, സർക്കശി ഇമാം ഖാദിമിൽ ഉദ്ധരിച്ചതുപോലെ. അപ്പൊ ഫലാ സകാത്ത ഫീഹി ബിൽ അദ്ഹരി, പ്രബലാഭിപ്രായ പ്രകാരം നിറം മങ്ങിയ ഭംഗി പോയ സ്വർണത്തിലും സക്കാത്തില്ല എന്ന് വരും. കാരണം തുരുമ്പിച്ച സ്വർണം പോലെയാണെന്ന് വരുമ്പോൾ അതിലേതായാലും സക്കാത്തില്ല എന്നാണല്ലോ. മഖീസ് അലിഹിൽ ഏതായാലും സക്കാത്തില്ല, അപ്പൊ മഖീസിലും സക്കാത്തില്ല എന്ന് വരും. പക്ഷേ വഫീഹി നദർ, ആ ഖിയാസിൽ നദറുണ്ട്, അതിൽ ചില എതിർപ്പുകളുണ്ട് എന്ന് ഇന്ദഹത്ത് റംലിമാൻ പറഞ്ഞു നിർത്താം. അവിടെ അലി ശബ്റാമുൽ ലിസി പറയാണ്, എന്താണ് നദറുണ്ട് എന്ന് പറഞ്ഞതാണ് മയറ്റുന്നത്. നിറമണിയ സ്വർണം ഒരിക്കലും തുരുമ്പിടിച്ച സ്വർണം പോലെയല്ല. എന്തുകൊണ്ട്? തുരുമ്പിടിച്ച സ്വർണം എന്ന് പറഞ്ഞാൽ, നിറമങ്ങിയ സ്വർണം എന്ന് പറഞ്ഞാൽ വജുഹു അന്നഹു ദഹബുൽ ദാത്തം വഹയ്യത്തൻ. നിറമങ്ങിയ സ്വർണം എന്ന് പറഞ്ഞാൽ സ്വർണം തന്നെയാണ്, തടിയിലും ആകൃതിയിലൊക്കെ അത് സ്വർണം തന്നെയാണ്, നിറം മങ്ങിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഈ ഖിലാഫി മാ സദിഅ, തുരുമ്പിച്ച സ്വർണത്തിന് വിപരീതമായിട്ട് ഫൈന സദാഹു, അതിന്റെ തുരുമ്പ് യംനഉ സിഫത്ത ദഹബി അൻഹൂന, സ്വർണം എന്നുള്ള വിശേഷണം തന്നെ അതിനെ തൊട്ട് നീക്കി കളഞ്ഞിട്ട് അത് സ്വർണ്ണമല്ലാണ്, ആകെ തുരുമ്പ് പിടിച്ചിട്ട് എന്തായി മാറി,
അത് സ്വർണ്ണ അല്ലാതെയായി മാറി. സ്വർണത്തിന്റെ സിഫത്ത് തന്നെ തടയപ്പെട്ടു എന്നാ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ അവകൾ തമ്മിൽ തുലനം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തുരുമ്പിടിച്ച സ്വർണത്തിന് സക്കാത്തില്ല എന്ന് പറഞ്ഞതിനോട് നിറം മങ്ങിയ സ്വർണത്തിനെ താരതമ്യം ചെയ്ത ബന്ദനി ഇമാമിന്റെ ആ വാചകം, അതിന് സർക്കശി ഉദ്ധരിച്ചതിനെ റംലി ഇമാം അംഗീകരിച്ചിട്ടില്ല. തൊഴിൽസാ വിഷയത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ റംലി ഇമാം പറഞ്ഞതുകൊണ്ട് അത് മദ്ഹബിൽ മുഅ്തമദാണ്. മദ്ഹബിൽ മുഅ്തമദിനെതിരിൽ പിന്നെ ശർവാനി ഇമാം എടുത്തിട്ട ബഹസിന്റെ വിധി എന്താണ്? റംലി ഇമാം കൽപ്പിച്ച ഒരു തീർപ്പിനെതിരിൽ ഷെർവാനി ഇമാമോ അല്ലെങ്കിൽ അലി ശുബ്റാമിൽ ലസിയോ ഒരു ഇബാറത്തിട്ടു. എന്ത്? ലാക്കിൻ യംബഗി കറാഹത്തുഹു ഫയജിബു സക്കാത്തു ഫീഹി എന്ന ഒരു ഇബാറത്തിട്ടുകൊണ്ട് അത് മുഅ്തമദാകുമോ? അത് പ്രബലമാകുമോ? അത് മദ്ഹബിൽ പ്രബലമാകുമോ? എന്താ മദ്ഹബിന്റെ ഉസൂല്? മദ്ഹബിന് ഒരു ഉസൂലില്ലേ? ഇമാം റംലി ഇമാമിന്റെ മറ്റൊരു ഇബാറത്തിനെ നിങ്ങൾ കേൾപ്പിക്കാം. നിഹായിൽ പറയാം, നഅം ഇൻ സദിഅ മാ ദുകിറ ബിഹൈസു ലാ യബീനു ജാസ ലഹു ഇസ്തിഅമാലുഹു. സ്വർണ്ണ വെള്ളി അത് ഇനി സ്വർണമാണെന്ന് വ്യക്തമ വെളിവാവാത്ത വിധം അത് തുരുമ്പിച്ചാൽ അതിനെ ഉപയോഗിക്കൽ ജായിസാണ്. ഇത് ഇമാം നേവി തങ്ങൾ മജ്മൂഇൽ ഉദ്ധരിച്ചതാണ്. പല ഇമാമിങ്ങൾ തൊട്ടും ഉദ്ധരിച്ചതാണെന്ന് ഇമാം റംലി നിഹായിൽ പറയാം. ആ റംലി ഇമാം നിഹായിൽ പറഞ്ഞ ആ ജാസ ലഹു ഇസ്തിഅമാലുഹു എന്നതിനെ സംബന്ധിച്ച് എന്താണ് അലി ശുബ്റാമിൽ ലസി പറഞ്ഞത്? അയ്വലാ സക്കാത്ത ഫീഹി. അപ്പൊ അതിലെന്തില്ല? സക്കാത്തില്ല. ഹൈനയിലും തുരുമ്പിച്ചാൽ ലിഅന്നഹു, കാരണം തുരുമ്പിക്കലോടുകൂടെ അത് സാറ അത് ആയി മാറി മുഅദ്ദൽ ലിൽ ഇസ്തിഅമാലി മുബാഹൻ, അനുവദനീയമായ ഉപയോഗത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടതായി മാറിയില്ല. നേരത്തെ ഉണ്ടായിരുന്ന നഖ്ദിയത്ത് അതിൽ വിനഷ്ടമായി. ബത്തലത്ത് തഹയ്യുഉ ബിസ്സദഇ, ആ തുരുമ്പ് കാരണത്താൽ അതിന്റെ ആ വിനിമയ മാധ്യമമാവുക എന്നുള്ള ആ അതിന്റെ തയ്യാറെടുപ്പ്, അതിന്റെ ആ സജ്ജത നഷ്ടപ്പെട്ടു പോയി. ഇല്ലത്തെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ മഅലൂലായ ഹുക്മ് ധരിക്കൽ. ഹലോ, അസ്സലാമു അലൈക്കും. കേൾക്കുന്നില്ലേ? സുഹൃത്തുക്കളെ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടല്ലേ? ഈസിയല്ല. അതെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, മാത്രമല്ല മഹാനായ ഇമാം ബുജൈരി റളിയല്ലാഹു തആല അൻഹു എന്താ പറഞ്ഞത്? ആ ഇബാറത്തിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയാം, ഖൗലുഹു ലം യഹ്റും വഹൈസു ഹറംന ദഹബ ഫൽ മുറാദു ബിഹി, സ്വർണം ഹറാമാകുന്നത് കൊണ്ടുള്ള ഉദ്ദേശം ഇദാ ലം യസ്ദ, അത് തുരുമ്പിച്ചിട്ടില്ലെങ്കിലാണ്. ഫൈൻ സദിഅ, ഇനി അത് തുരുമ്പിച്ചാലോ, ബിഹൈസു ലാ യബീനു, അത് വെളിവാവാത്ത വിധം, ലം യഹ്റും, അത് ഹറാമില്ല. ഹറാമില്ല എന്ന് മഹാനായ ഇമാം സക്കരിയ അൻസാരി റളിയല്ലാഹു തആല അൻഹു ശറഹുൽ മൻഹജിന്റെ ഇബാറത്താണിത്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ബുജൈരി പറഞ്ഞത് എന്താണ്? വലാ സകാത്ത ഫീഹി ലിഅന്നഹു സാറ മുഅദ്ദൽ ലിസ്തിഅമാലിൽ മുബാഹിൻ, അത് അനുവദനീയമായ ഉപയോഗത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടതായി മാറിയതിനാൽ അതിൽ സക്കാത്തുമില്ല. അപ്പൊ അത് കറാഹത്തുമല്ല. അപ്പൊ പിന്നെ നേരത്തെ അലി ശുബ്റാമിൽ ലസിയുടെയും അതിനെ അനുകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഷെർവാനി ഇമാമും യംബഗി എന്ന് പറയുന്നത് മുജറദ് ബഹ്സാണത്. ഒരു ബഹ്സ് കേവലം ഒരു ചർച്ചയെ പ്രബലമാക്കണമെന്നുണ്ടെങ്കിൽ, അംഗീകൃതമാവണമെന്നുണ്ടെങ്കിൽ അത് നഖലിനോട് എതിരാവാതിരിക്കണമെന്നുണ്ട്. എങ്കിലേ ഒരു ബഹസിനെ എഴുത്തിബാർ ചെയ്യാനോ അല്ലെങ്കിൽ എഴുത്തിമാർ ചെയ്യാനോ പരിഗണിക്കാനോ അവലംബിക്കാനോ പ്രബലപ്പെടുത്താനോ പറ്റുകയുള്ളൂ എന്നാണ് കിതാബിന്റെ നിയമമാണ് പറയുന്നത്. ആ നിയമം നിങ്ങൾ ആലോചിക്കാതെ നിങ്ങൾ വെളിപാടുകൾക്ക് മറുപടി പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞങ്ങൾ ഫിഖ്ഹിന്റെ വലിയ ആളുകളാണ് എന്നിങ്ങനെ പറഞ്ഞ് നടന്നാൽ പോരാ. ഫിഖ്ഹ് അർത്ഥം വെക്കുമ്പോൾ ഉസൂല് നന്നായി അറിയണം, നിദാനശാസ്ത്രം നന്നായി പ്രാവീണ്യം വേണം, അതുപോലെ തന്നെ നഹ്വിൽ നല്ല കഴിവ് വേണം. ഇത് രണ്ടും നിങ്ങൾക്ക് ഈ മറുപടിയിൽ ഇല്ല എന്ന് എനിക്ക് നിങ്ങളെക്കുറിച്ച് പറയേണ്ടി വന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച് അങ്ങനെ പറയുന്ന ആളല്ല. നിങ്ങളെ വളരെ പ്രതിപക്ഷമാണെങ്കിലും വളരെ മാന്യതയോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും മാത്രമാണ് ഞാൻ കേരള സംസ്ഥാന ജമിയത്തുൽ ഉലമയുടെ ഉസ്താദുമാരെയോ അതല്ലെങ്കിൽ അതിന്റെ അനുഭാവികളെയോ ഞാൻ വീക്ഷിക്കാറുള്ളത്. പക്ഷേ കാര്യങ്ങൾ പറയണ്ടേ?
തെറ്റ് സംഭവിച്ചത് എന്ന് നിഷ്പക്ഷമായിട്ട് സംസ്ഥാന സുഹൃത്തുക്കളൊന്ന് ശ്രദ്ധിക്കാം. ആർക്കാണ് ഇവിടെ പോഴത്വം സംഭവിച്ചത്? തോന്നിവാസികൾ ഇവിടെ ആരാണായത്? ഏതായാലും തോന്നിവാസം, വിവരക്കേട്, വിവരദോഷം എന്നൊക്കെ പറയാമെന്നല്ലേ ഇപ്പൊ നിങ്ങൾ കഴിഞ്ഞ പാർട്ട് 1 എനിക്ക് മറുപടി പറഞ്ഞത്. അപ്പൊ ആ ഇബാറത്ത് നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായി എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ പറയുന്നത്. പിന്നെ ഇവര് പറയുന്നത് എന്താ വെച്ചാൽ വലിയൊരു ഒരു തുഹ്ഫന്റെ ഇബാറത്തിനെ പോലും ഇവർ നേരത്തെ തെറ്റായ അർത്ഥം നൽകി. ഇനി തുഹ്ഫയുടെ മറ്റൊരു ഇബാറത്തിനെ തുഹ്ഫ പറഞ്ഞ ആ അറബി വാക്കിന് തുഹ്ഫയിൽ ഉദ്ദേശിച്ച അർത്ഥമല്ലാത്ത മറ്റൊരു അർത്ഥം കൊടുക്കുക, എന്നിട്ട് എനിക്ക് മറുപടി പറഞ്ഞേക്കാം. അങ്ങനെ മറുപടി പറയാൻ ഇവിടെ ആർക്കാ കഴിയാത്തത്? അത് മുജാഹിദിന്റെ ഏർപ്പാടല്ലേ? അതിവിടെ വഹാബിയാക്കളും മൗലവിയാക്കളും നടത്തുന്ന ഏർപ്പാടല്ലേ? ആ ഏർപ്പാടായിട്ട് എന്തിനാ ഞങ്ങളോട് നേരിടുന്നത്? ഇവരെന്താ എഴുതുന്നത് അറിയോ? എനിക്കുള്ള മറുപടിയിൽ എഴുതാണ്, തുഹ്ഫയിൽ തന്നെ സ്വർണ്ണ വെള്ളിക്ക് വർഷം ആവർത്തിക്കുമ്പോൾ സക്കാത്ത് നിർബന്ധമാണെന്നതിന്റെ കാരണം പറയുന്നത്. സ്വർണം വെള്ളി ഇപ്പൊ 10.5 പവൻ സ്വർണം, 10.5 പവൻ സ്വർണം ഒരു കൊല്ലം സൂക്ഷിച്ചു, എന്നാൽ 2% സക്കാത്ത് കൊടുക്കണം. അതേ സ്വർണം തന്നെ അടുത്ത കൊല്ലം സൂക്ഷിച്ചു, എന്നാൽ അടുത്ത കൊല്ലം 2% സക്കാത്ത് കൊടുക്കണം. അതേസമയത്ത് ഈത്തപ്പഴവും ധാന്യങ്ങളും അങ്ങനെയല്ല. അതിന് ഒരു വട്ടം സക്കാത്ത് കൊടുത്താൽ പിന്നെ വർഷാവർഷം സക്കാത്ത് കൊടുക്കണ്ടാണ്. എന്താണ് അതിന് കാരണം? തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇത് വിശദീകരിക്കാൻ ആണ് തുഹ്ഫന്റെ ഇബാറത്ത് ഉള്ളത്. അതിന് ഇവർ കൊടുക്കുന്ന അർത്ഥം എന്താണ് എന്ന് ഞാൻ വായിച്ച അർത്ഥം, അവർ നൽകിയ അർത്ഥം പറയാം. എന്താ അതിന്റെ അർത്ഥം? ഞാൻ അതിന്റെ നേർക്കുന്നതിന് അർത്ഥം വെച്ചത്, സ്വർണ്ണ വെള്ളി വർഷാവർഷം സക്കാത്ത് കൊല്ലം സൂക്ഷിച്ചു വെക്കുന്നതാണെങ്കിൽ കൊടുക്കണം. ഒരു കൊല്ലം കൊടുത്തുകൊണ്ട് അടുത്ത കൊല്ലം ഇനി കൊടുക്കണ്ടെന്നല്ല, എല്ലാ കൊല്ലും ഒരേ സ്വർണത്തിന് തന്നെ കൊല്ലം സക്കാത്ത് കൊടുക്കണം എന്നാണ്. എന്താ കാരണം? സ്വർണ്ണ വെള്ളി നാമിൻ, അത് വികസനക്ഷമതയുള്ളതാണ്. ഫീനസിഹി, അതിന്റെ സ്വന്തത്തിൽ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേവലം സ്വന്തത്തിൽ എന്നല്ല, മറിച്ച് വികസനക്ഷമതയുള്ള സ്വത്തുക്കളോട് ചേർക്കപ്പെട്ടു എന്ന നിലക്കാണ് എന്നുള്ളത് ഫിഖ്ഹിന്റെ മറ്റു ഇബാറത്തുകളുമായി ബന്ധപ്പെടുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിവിടെ പ്രസക്തമല്ലാത്ത ചർച്ചയായതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് സാധനങ്ങളുടെ വിനിമയത്തിന്, വസ്തുക്കൾ വാങ്ങാനും വിൽക്കാനുമുള്ള ഉപകാരത്തിന്, അങ്ങനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി, സ്വയം ധരിക്കാനോ സ്വയം പാത്രമാക്കാനോ സ്വയം ഉപഭോക്തൃ വസ്തുവാക്കാനോ അല്ല, മറിച്ച് വസ്തുക്കളുടെ വിനിമയത്തിനും വസ്തുക്കളുടെ കൊടുക്കൽ വാങ്ങലിനും സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും കച്ചവടം ചെയ്യാനും ഒക്കെ അങ്ങനെ ഉപകാരപ്പെടുത്താൻ വേണ്ടി എന്നാല് ഇനി മറ്റൊരു തുവിനും എതിരായിട്ട് എന്നാണോ? അങ്ങനെയാണോ? അത് ദൈനി എന്നത് ഇഷാറത്തിന്റെ ഇസ്മാണ്. ബിദാലി മുഫ്റദിൻ മുദക്കരിൻ അശ്ർ ബിദി വബിഹി തഅലൽ ഉംസഖ് തസ്ർ വദാനി താനീലിൽ മുസന്നൽ മുർതഫി. എന്തായാലും അർത്ഥം, ദാനി താനി എന്ന് പറയുന്നത് രണ്ടെണ്ണത്തിലേക്ക് ഇഷാറത്താക്കാനാണ്. അപ്പൊ എന്തായാലും അർത്ഥം ഖിലാഫി ദൈനിക, മേൽ പറഞ്ഞ രണ്ടെണ്ണത്തിന് വിപരീതമായിട്ട്. മേൽ പറഞ്ഞ രണ്ടെണ്ണം ഏതാണ്? ഈത്തപ്പഴവും ധാന്യവുമാണ്. അതിന് വിപരീതമായിട്ട്. എന്നാൽ ഇവർ പറയുന്ന അർത്ഥം ഞാൻ വായിച്ചു തരാം. നഖദ് ഏത് കാലത്തും സ്വന്തമായി തന്നെ വളരുന്നതും ഉപയോഗിക്കാനും വസ്തുക്കൾ വാങ്ങാനും പറ്റുന്നതാണ്. ഇത് രണ്ടുമല്ലാത്ത മറ്റൊന്നിനും ഈ പറഞ്ഞ ഗുണമില്ല തന്നെ. അങ്ങനെ അർത്ഥം കൊടുത്തു. ഇത് രണ്ടുമല്ലാത്ത മറ്റൊന്നിനും ഈ പറഞ്ഞ ഗുണമില്ല തന്നെ. ഞാൻ സംസ്ഥാനക്കാരെ വെല്ലുവിളിക്കാം, എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ അർത്ഥം? ഖിലാഫി ദൈനിക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമല്ലാത്ത മറ്റൊന്നിനും ഈ പറഞ്ഞ ഗുണമില്ല തന്നെ എന്ന നിങ്ങൾ കൊടുത്ത അർത്ഥം എവിടുന്ന് കിട്ടി നിങ്ങൾക്ക്? ആരാ നിങ്ങൾക്കിത് പഠിപ്പിച്ചത്? പേഴ്സന്റെ വിഭാഗത്തിന് തോന്നിയ അർത്ഥം വെക്കേ. എന്നിട്ട് ഞാൻ തോന്നിവാസം ചെയ്യാൻ നിങ്ങൾ തിരിച്ചെഴുതലേ. മസ്അലാപരമായ വീക്ഷണ വ്യത്യാസങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ്. അത് പ്രതിപക്ഷത്തെ ബഹുമാനത്തോടെയും മാന്യതയോടുകൂടി നിരീക്ഷിക്കണം, അതും ആവശ്യമാണ്. പക്ഷെ ഇബാറത്തിന് തോന്നിയ അർത്ഥം വെക്കാൻ പറ്റുമോ? എവിടുന്ന് കിട്ടി കേരള സംസ്ഥാനക്കാരെ നിങ്ങൾക്ക് ഈ അർത്ഥം? ഖിലാഫി ദൈനിക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമല്ലാത്ത മറ്റൊന്നിനും ഈ പറഞ്ഞ ഗുണമില്ല തന്നെ.
എന്നിട്ട് അവർ വിശദീകരിക്കുക. എന്താ വിശദീകരിച്ചത്? MT പറയുന്നു കറൻസിക്കും ഈ ഗുണം ബാധകമാണെന്ന്. കറൻസിയും നാമിൻ ഫി നഫ്സിയാണെന്ന് പറയുമോ? ഫി അയ്യവത്തിന് ഉപകാരമുണ്ടെന്ന് ഗവൺമെന്റിന്റെ ഓർഡറിൽ മാത്രം ശാസനപരമായി നിലകൊള്ളുന്ന ഈ കടലാസ് പണത്തിന് എങ്ങനെ പറയാൻ കഴിയുന്നു എന്ന് എന്നോട് ചോദിക്കാം. അതിന് ആരെ നിങ്ങളോട് അർത്ഥം വെക്കാൻ വേണ്ടി പറഞ്ഞത് ഖിലാഫി ദൈനിക്ക എന്ന് പറഞ്ഞാൽ ഇത് രണ്ടുമല്ലാത്ത മറ്റൊന്നിനും എവിടുന്ന് നിങ്ങൾക്ക് അർത്ഥം കിട്ടിയത്? പണ്ട് നജീബ് മൗലവി തഅദ്ദുൽ ജുമുഅയുടെ വിഷയത്തിൽ പേഴ്സന്റെ വിഭാഗത്തിന് അർത്ഥം വെച്ച് കാണ്ട് പയച്ച മാതിരി പോയത് ആയിരപ്പത്. മഹദി എന്ന് പറഞ്ഞ ഭരണാധികാരി ബഗ്ദാദിൽ 2 പള്ളി നിർമ്മിച്ചു അല്ലെ? അവിടെ മഅൻ ജാമിഅൻ എന്നുള്ളടത്ത് ജാ എന്നുള്ളത് പേഴ്സന്റെ അച്ചടിയിലില്ല. ജാമിഅൻ എന്ന് പേഴ്സന്റെ അച്ചടിയിൽ ജാ എന്നുള്ള വാക്കില്ല, മഅൻ എന്നുള്ളത്. ഇത് മൂപ്പര് മഅൻ എന്നുള്ളതിന് അർത്ഥം വെച്ചിരിക്കുക. സംഗതി ജാമിഅൻ എന്നാണ്, ജുമാഅത്ത് പള്ളി എന്നാണ്. ജുമാഅത്ത് പള്ളി എന്നുള്ള ജാ എന്നുള്ള അച്ചടിയിൽ ഒഴിവായിട്ടുണ്ട്. മഅൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എന്ന് അർത്ഥം വെച്ചിരിക്കുക. ഇത് നജീബ് സംഭവിച്ചതാണ്. മഅൻ ഒരുമിച്ച്, സംഗതി ഒരുമിച്ച് എന്നല്ല, അവിടെ ജാമിഅൻ എന്നാണ്, ജുമാഅത്ത് പള്ളി എന്നാണ്. ജുമാഅത്ത് പള്ളി എന്നുള്ള വാക്കിൽ ജാ എന്നുള്ളത് അച്ചടിപ്പഴവിൽ സംഭവിച്ച കഴിവ് അത് കണ്ടുപിടിക്കാതെ മഅൻ എന്നുള്ളതിന് അർത്ഥം വെച്ചിരിക്കുക. എന്ന മാതിരി ഖിലാഫി ദൈനികയ്ക്ക് ഈ അർത്ഥം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അങ്ങനെ നമ്മൾ അച്ചടിക്കപ്പെട്ട കിതാബുകളിൽ എന്തെല്ലാം അച്ചടിപ്പഴവുകളുണ്ട്. ആ അച്ചടിപ്പഴവുകൾ അത് തിരിച്ചറിയണ്ടേ? അത് തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ അർത്ഥം നൽകേണ്ടത്? ഞാൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ബഹുമാനായ ട്രഷറർ ഷെയ്ഖുന സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളവറുകൾ ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിക്കുന്ന ഈ വേളയിൽ എന്റെ തൊട്ടപ്പുറത്തെ മഹലിൽ ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിന്ന് ക്ലാസ് ഉണ്ടായതുകൊണ്ട് ഉസ്താദിന്റെ പ്രസംഗം കേൾക്കാൻ പോകാതെ ഇവിടെ ഒന്ന് ക്ലാസ് എടുക്കണം. ബഹുമാനപ്പെട്ടവരോട് ഞാൻ ഈ ഭാഗത്ത് ചർച്ച ചെയ്യുമ്പോൾ ഉസ്താദ് ഒറ്റയടിക്ക് പറഞ്ഞു ജാമ്യ എന്നാണല്ലോ, എവിടുന്ന് മഅൻ കിട്ടിയതെന്ന് വെച്ചു. ഉസ്താദാണ് എനിക്കത് കാണിച്ചത്, ഇത്തിലാക്കി തന്നത് ആദ്യമായിട്ട്. ഷെയ്ഖുന ജിഫ്രി മുത്തുക്കോയ തങ്ങളവറുകൾ ബഹുമാനപ്പെട്ടവര് ഒറ്റയടിക്ക് പേഴ്സണൽ ഭാഗത്ത് വായിച്ചപ്പോൾ തന്നെ ഉസ്താദ് കാണാതെ പറഞ്ഞു ജാമ്യ എന്ന്. അപ്പൊ ഞാൻ പെട്ടെന്ന് പടച്ചോനെ ജാമ്യ എന്നാണല്ലോ, ഇത് മഅൻ അല്ലല്ലോ. അപ്പൊ അതുപോലും തിരിച്ചറിയാതെ മഅൻ എന്നുള്ളതിന് ഒരുമിച്ച് അർത്ഥം വെച്ചില്ല. മഅൻ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എന്നാണ്, പക്ഷെ ജാമ്യ എന്ന് പറഞ്ഞാൽ ജുമാഅത്ത് പള്ളി എന്നല്ലേ. ഇത് അതേമാതിരിക്കത്തെ ഏർപ്പാട് ഇവിടെ കാട്ടില്ല. കറൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? കറൻസി എന്ന് പറഞ്ഞാൽ സ്വന്തത്തിൽ കറൻസി ഉപയോഗിക്കില്ല, കീശയിലിട്ട് അടക്കുകയുള്ളൂ. പക്ഷെ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഉപയോഗിക്കുന്ന സാധനം തന്നെയാണ്. അത് ഒരു കൊല്ലം സൂക്ഷിച്ചാൽ അടുത്ത കൊല്ലം അത് തന്നെയാണ്. ഈ അയ്യ വക്കത്തിൽ അത് ആ ഉപയോഗം നിലനിൽക്കും. മനസ്സിലായോ? അപ്പൊ ഖിലാഫി ദൈനികക്ക് മറ്റൊന്നിനും ഈ ഗുണമില്ല എന്നൊരർത്ഥം നൽകിയിട്ട് അപ്പൊ കറൻസിക്ക് ഗുണമുണ്ടെന്ന് എനിക്ക് പറഞ്ഞത് ഈ വിഭാഗത്തിനെതിരല്ലേ എന്ന് എന്നോട് ചോദിക്കണമെങ്കിൽ ആരാ പറഞ്ഞത് ഖിലാഫി ദൈനിക്ക് അങ്ങനെയാണ് അർത്ഥം എന്നുള്ളത്? നിങ്ങൾ മണ്ടത്തര അർത്ഥം വെക്കുക, എന്നിട്ട് ആ മണ്ടത്തര ചോദ്യം എന്നോട് ചോദിക്കുക. അത് വളരെ അനുചിതമായി എന്ന് മാത്രമല്ല തികഞ്ഞ അസംബന്ധമായി എന്ന് എന്റെ ബഹുമാന്യരായ കേരള സംസ്ഥാനക്കാരുടെ ആളുകളോട് പ്രത്യേകം ഞാൻ ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. പിന്നെ മുഅദ്ദാനിലിന്നമായി എന്നത് സക്കാത്തിനുള്ള ഇല്ലത്തായി പറഞ്ഞതേയല്ല, അത് ഹിക്മത്ത് എന്ന നിലയിൽ പറഞ്ഞതാണ്. ഈ ഹിക്മത്ത് പറഞ്ഞതിൽ ഒരുതരം അവ്യക്തത ഉണ്ടെന്ന് ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇവർ എഴുതിയിട്ട് ജമലിന്റെയും ബുജൈരിയുടെയും ഒരു ഇബാറത്ത് കൊടുത്തിട്ടാണ്. എന്താണ് ഇബാറത്ത്? വൽമഅന ഫീ ദാലിക അൽ ഹിക്മത്തു ഫീ വുജൂബി സക്കാത്തി ഫി നഖദൈനി എന്നാണ്. അതായത് സ്വർണ്ണ വെള്ളിയിൽ സക്കാത്ത് നിർബന്ധമാകുന്നതിലുള്ള യുക്തി അല്ലെങ്കിൽ അതിൽ അന്തർലീനമായ രഹസ്യം എന്നേ അതിനർത്ഥമുള്ളൂ, അത് നിമിത്തം എന്ന അർത്ഥത്തിലല്ല എന്ന് ജമലും ബുജൈരിനും അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ഉസൂലായ ഷാഫി മദ്ഹബിന്റെ പ്രബല ഗ്രന്ഥങ്ങൾക്ക് യോജിക്കാത്ത ഒരു പരാമർശമാണത്. അതുകൊണ്ട് തന്നെ അതിനെ മാനദണ്ഡപ്പെടുത്താനോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു വാദം ഉന്നയിക്കാനോ എനിക്ക് മറുപടി പറയാനോ നിങ്ങൾക്ക് യാതൊരു നിർവാഹമില്ല. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ കൃത്യമായിട്ട് തന്നെ അവരുടെ കിതാബുകളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഇല്ലത്തായിട്ട് തന്നെയാണ് വിശദീകരിച്ചിട്ടുള്ളത്, ഹിക്മത്തായിട്ടല്ല. ഉദാഹരണത്തിന് ശറഹുൽ മൻഹജിൽ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞെന്താണ്?
لأن زكاة الذهب والفضة تنات. എന്താ തുനാത്തു എന്ന് പറഞ്ഞാൽ ഹിക്മത്തിനെ പറ്റി തുനാത്തു എന്ന് പറയും. لأن زكاة الذهب والفضة تنات بالاستغناء عن الانتفاع بهما. സ്വന്തം ഉപയോഗിക്കാതെ സ്വയം പര്യാപ്തപ്പെടുക, അതിനെ നമായിൽ ഒരുക്കപ്പെട്ടതാവുക എന്നുള്ളതിന്റെ അർത്ഥം. അപ്പൊ അതിനെതിരാണ് മുഅദ്ദുൽ ഇസ്തിഅമാൽ മുബാഹ് എന്ന് പറയുന്നത്. അനുവദനീയ ഉപയോഗത്തിന് നമുക്ക് കൗത്തിലണിയാനോ കാതിലണിയാനോ അരയിൽ അരക്കട്ടയാക്കാനോ ചെരുപ്പാക്കാനോ ഇതിനൊക്കെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ആ ഉപയോഗപ്പെടുത്തുന്നതിനെ തൊട്ട് പര്യാപ്തമാവുക, സ്വതന്ത്രമാവുക. എന്ന് പറഞ്ഞ ആ ഇല്ലത്തിന് നേരെ വിപരീതമാണ്. അപ്പൊ അത് ഇല്ലത്തായിട്ട് തന്നെയാണ് ഫുഖഹാക്കൾ പറഞ്ഞത്. ഹിക്മത്ത് എന്നൊരു പരാമർശം, അങ്ങനെ പല ഇല്ലത്തിനെ സംബന്ധിച്ചും അത് ഹിക്മത്താണ് എന്ന രൂപത്തിൽ ചില ശുറാഹികൾ അല്ലെങ്കിൽ ഹാസ്യക്കാരങ്ങൾ ഇബാറത്തിട്ടുണ്ടെങ്കിലും അത് പലപ്പോഴും യാഥാർത്ഥ്യത്തോട് യോജിച്ചു കൊള്ളണം എന്നില്ല. അപ്പൊ ആ ഒരു ഇബാറത്തായിട്ട് വന്നതും കൊണ്ടൊന്നും യാതൊരു കാര്യവും ഇല്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ വളരെ വ്യക്തമായിട്ട് ഉണർത്തുകയാണ്. അപ്പൊ അവർ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹിക്മത്താണ്. പറഞ്ഞിട്ടുണ്ട് ഈ സ്വന്തപ്പെടാതെ വസ്തുക്കൾ വാങ്ങാനും വിൽക്കാനും വിനിമയ മൂല്യമാവാനും ഒക്കെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് അതിന്റെ ഇല്ലത്ത്. ആ ഇല്ലത്തിന് ഹിക്മത്ത് എന്ന ഒരു ഭാഷ്യം ജമലും ബുജൈരിനിയും കൊടുത്തിട്ടുണ്ടെങ്കിലും ബുജൈരിനി അവിടെ മുഹയ്യാനി ബി ഹസ്ബി ഖൽഖില്ലാഹി ലഹുമാ എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ അതിൽ നിന്ന് ഇവർ മനസ്സിലാക്കിയത് അള്ളാഹു അവ രണ്ടിന്റെയും, അവ രണ്ടെന്ന് പറഞ്ഞാൽ സ്വർണ്ണവെള്ളിയുടെ പദത്തിൽ സൃഷ്ടിപ്പിൽ തന്നെ വളർച്ചയ്ക്ക് വേണ്ടി സജ്ജമാക്കി. അപ്പൊ സൃഷ്ടിപ്പിലേ സജ്ജമാക്കണം, സൃഷ്ടിപ്പിലേ സജ്ജമാക്കണം എങ്കിലേ നഖദിയത്തുണ്ടാവുള്ളൂ എന്നിവർ മനസ്സിലാക്കുക. യഥാർത്ഥത്തിൽ ബുജൈരിനി ആ ഇബാറത്ത് കൊണ്ടുവന്നത് അതിനു വേണ്ടിയല്ല. ഈ മുഅദ്ദുല്ലിന്നമാ അഥവാ ധനത്തിന്റെ വികാസത്തിന് വേണ്ടി തയ്യാറാക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ ആരാ അത് തയ്യാറാക്കിയിട്ടുള്ളത് എന്നൊരു അവ്യക്തത അവിടെ ഉണ്ട്. ഉണ്ടോ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. അപ്പൊ ആ ഹഫ തീർക്കാൻ വേണ്ടി സൃഷ്ടിപ്പിനെ അങ്ങനെ തയ്യാറാക്കിയതാണ്, ജനങ്ങൾ അങ്ങനെ ആക്കേണ്ട ആവശ്യമില്ല. പക്ഷെ സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞ ആ ഖുസൂസിയത്തിന് അവിടെ പ്രത്യേകത ഉണ്ടല്ലേ? സൃഷ്ടിപ്പ് അല്ലാത്ത രൂപത്തിലുള്ള ഇസ്തിഅദാദ് പറ്റോ പറ്റൂല അത് വേറെ ചർച്ചയാണ്. അപ്പൊ ഖൽഖുള്ള എന്ന് പറഞ്ഞ അല്ലാഹു അതിന്റെ ജന്മ സ്വഭാവമായിട്ട് തന്നെ തയ്യാറാക്കപ്പെട്ടു, ജമാഇന് തയ്യാറാക്കപ്പെടുക എന്നുള്ളതാണ് ഇല്ലത്ത്. അത് എങ്ങനെ ഉണ്ടായി? അത് ഖൽഖില്ലാഹി തആല, അല്ലാഹു തആലയുടെ സൃഷ്ടിപ്പ് കൊണ്ടാണ് ഈ സ്വർണത്തിനും വെള്ളിയിലും ഉണ്ടായത്. പക്ഷെ ഇല്ലത്തായി പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ മഹല്ല് എടുക്കുകയാണെങ്കിലും തുഹ്ഫ എടുക്കുകയാണെങ്കിലും നിഹായ എടുക്കുകയാണെങ്കിലും അതിനപ്പുറത്തുള്ള കിതാബുകൾ എടുക്കുകയാണെങ്കിലും ഒക്കെ നിമിത്തമായി പറഞ്ഞിട്ട് എന്താ? മുഅദ്ദുല്ലിന്നമാ അൽ ഇസ്തിഗ്നാഉ അനിൽ ഇന്തിഫാഇ ബിഹി അത്തഹയ്യുഉ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സൃഷ്ടിപ്പ് കൊണ്ട് എന്നുള്ള ആ ഖുസൂസിയത്തെന്തല്ല, ആ പ്രത്യേകമായ ആ പ്രത്യേകതയ്ക്ക് ആ ഇല്ലത്തിൽ ഒരു ദഖലുമില്ല. അത് ദഖലുള്ളതായിട്ട് മുജൈരിമിന്റെ ഒരു ഇബാറത്ത് നോക്കിയിട്ട് മാത്രമല്ല എന്ത് ചെയ്യേണ്ടത്, അതിനെ ഇല്ലത്തിന്റെ ഒരു ജുസ്ആയിട്ട് പിടിക്കേണ്ടത്. ഇല്ലത്തായിട്ട് പ്രതിപാദിച്ച സ്ഥലങ്ങളിൽ അങ്ങനെ പരാമർശം നടത്തപ്പെട്ടിട്ടില്ല. പിന്നെ അത് ഇസ്തിഗ്നാദ് എങ്ങനെ ഉണ്ടായി എന്നുള്ളൊരു ഖഫാ അവിടെ വരുന്നുണ്ട്. അത് തീർക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുജൈരിനി എന്ത് പറഞ്ഞു? ഐ മുഹയ്യാനി ബിഹസ്ബി ഖൽഖില്ലാഹി ലഹുമാ എന്ന് പറഞ്ഞു. അത് ആ ഖഫായിനെ തീർക്കാൻ വേണ്ടി പറഞ്ഞതാ, അല്ലാതെ അത് ഇല്ലത്തിൽ ദാഖിലായതുകൊണ്ട് പറഞ്ഞതല്ല. എന്നിട്ട് ഇവരുടെ ചോദ്യം തന്നെ അസ്ഥാനത്തായി എന്താ? സൃഷ്ടിപ്പിലെ നമാഇനായി അഥവാ വികാസത്തിനായി സജ്ജീകരിക്കപ്പെടുക എന്ന ഗുണം കടലാസ് കറൻസികൾക്കില്ല. അത് നിങ്ങൾ പറഞ്ഞ ആ കളിയ ശരിയാണ്. പക്ഷേ സൃഷ്ടിപ്പിൽ തന്നെയാവണം നിങ്ങൾ എവിടെ കിട്ടി? സ്വർണ്ണവെള്ളിയുടെ ഇസ്തിഅദാദ് സൃഷ്ടിപ്പ് കൊണ്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ആ
പിന്നെ അതിന്റെ ആ സജ്ജത സൃഷ്ടിപ്പ് കൊണ്ടായെങ്കിലേ ആ സജ്ജത ആകുള്ളൂ. നിങ്ങൾ എന്തിനാ കണ്ടുപിടിച്ചത്? അത് ആ ഇല്ലത്തിൽ ദാഖിലായ ഒരു ജുസ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് നിങ്ങളെ ഫഹ്മിൽ അപായം അല്ലെങ്കിൽ അബദ്ധം സംഭവിച്ചു എന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വേറെ ഇബാറത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താ? അസ്മാനുകളുടെ കൂട്ടത്തിൽ നിന്ന്, വസ്തുക്കളുടെ വിലകളുടെ കൂട്ടത്തിൽ നിന്ന് സ്വർണ്ണ വെള്ളിക്കു മാത്രമേ സക്കാത്തുള്ളൂ എന്ന ഇബാറത്തുണ്ട്. ഒരു ഫിഖിന്റെ കിതാബിൽ ഇബാറത്തുള്ളതാണ്. അപ്പൊ പിന്നെ അവർ ചോദിക്കുകയാണ്, പിന്നെ എങ്ങനെ കറൻസിക്ക് സക്കാത്തുണ്ടാകുക? എന്നാൽ ഈ മുഅദ്ദുല്ലിന്നമാഇനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റംലി തങ്ങളും അതുപോലെ തന്നെ ഇമാം ഖതീബ് ഷർബീനി തങ്ങളൊക്കെ പറഞ്ഞ വേറെ ഇബാറത്തുണ്ട്. അതിൽ പറഞ്ഞ എന്താണ്? ലിഅന്ന ഹാജാത്തിന്നാസി കസീറ, മനുഷ്യന്മാരുടെ ആവശ്യങ്ങൾ വളരെ പെരുത്തതാണ്. അപ്പൊ കുല്ലുഹാ തുഖ്ലാ ബിഹ, അവ മുഴുവൻ ബിഹിമ, സ്വർണ്ണ വെള്ളി കൊണ്ടാണ് നിറവേറ്റപ്പെടുന്നത്. ബിഖിലാഫി ഗൈരിഹിമാ മിനൽ അംവാൽ, മറ്റൊരു സമ്പത്ത് കൊണ്ട് ജനങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും നിറവേറ്റപ്പെടുന്നില്ല എന്ന് ഫുഖഹാ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ സംസ്ഥാനക്കാരോട്, ആധുനിക കറൻസികളെ കൊണ്ട് നിറവേറ്റപ്പെടാൻ പറ്റാത്തൊരാവശ്യങ്ങളെന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ സ്വർണത്തിനെയും വെള്ളിയെയും തന്നെ വാങ്ങാനും കൊടുക്കാനും അതിന്റെ മൂല്യം നിശ്ചയിക്കാനും ഇന്ന് കറൻസിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഖിലാഫി വൈരിഹിമാ മിനൽ അംവാൽ, മറ്റൊരു മുതലും ജനങ്ങളുടെ മുഴുവൻ ആവശ്യം നിർവഹിക്കുന്നില്ല എന്ന് ഫുഖഹാ പറഞ്ഞതിനെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കും? അതിനെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കും എന്ന് നിങ്ങളൊന്ന് വിശദീകരിക്കും. വകുല്ലുഹാ തുഖ്ലാ ബിഹിമാ ബിഖിലാഫി ഗൈരിഹിമാ മിനൽ അംവാൽ എന്ന് ഇമാം റംലി തങ്ങളും ഇമാം ഖതീബ് ഷർബീനി പറഞ്ഞല്ലോ. ആ ഇബാറത്തിനെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കും? അത് പറ. അതിവിടെ പറയുമ്പോ ബിഖിലാഫി, നിങ്ങൾ ഉദ്ധരിച്ച വിഭാഗത്തുണ്ടല്ലോ, ബിഖിലാഫി മാ ഹുവ സമനുൻ മിൻ ഗൈരിഹിമാ, സ്വർണ്ണ വെള്ളി അല്ലാത്ത വിലകൾക്ക് വിപരീതമായിട്ട് എന്ന് പറഞ്ഞ വിഭാഗത്തിന് മറുപടി കിട്ടും. ചോദ്യം ഒന്നുകൂടി തിരിഞ്ഞില്ലെങ്കിൽ ഒന്നുകൂടി കേട്ടോളൂ. മഹാനായ ഇമാം റംലി റളിയല്ലാഹു തആല അൻഹും ഖതീബ് ഷർബീനി റളിയല്ലാഹു തആല അൻഹും പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് വാക്ക്? ലിഅന്ന ഹാജാത്തിന്നാസി കസീറ, ജനങ്ങളുടെ ആവശ്യങ്ങൾ ധാരാളമാണ്. വകുല്ലുഹ, അവകളെല്ലാം തുഖ്ലാ ബിഹിമ, സ്വർണ്ണവല്ലി കൊണ്ടാണ് നിറവേറ്റപ്പെടുക. ബിഖിലാഫി ഗൈരിഹിമാ മിനൽ അംവാലി, മറ്റു ഒരു ധനത്തെ കൊണ്ടും അത് സാധ്യമല്ല എന്ന് ബഹുമാനപ്പെട്ട ഫുഖഹാഇന്റെ ഇബാറത്ത്. ആ ഇബാറത്തിന് ഇന്നത്തെ കറൻസി എതിരാകുന്നുണ്ടോ ഇല്ലേ? ഞാൻ പറഞ്ഞത് മൂല്യം നഷ്ടപ്പെടാത്ത കറൻസിയെ പറ്റിയാണ്. മൂല്യം തുരുമ്പിച്ച സ്വർണത്തിന് സക്കാത്തില്ല എന്ന് പറഞ്ഞതുപോലെ അത് വേറെ കാര്യം. എല്ലാ മുഴുവത്തിനും വാങ്ങാനും വിൽക്കാനും ഈ കറൻസി അല്ലേ മാധ്യമമാക്കിയത്, മൂല്യമാപ്പിനിയാക്കിയത്, അളവുകോലാക്കിയത്. എത്രത്തോളം അതിന്റെ ആഴത്താണ് ഞാൻ പറയാൻ പോകുന്നത്. ഹത്താ ഇന്ന നഖദൈനി അദ്ദഹബ വൽ ഫിദ്ദത യുബാഅനി ബിൽ അമലാത്തി വൽ അൻവാത്തി, നോട്ടുകളെ കൊണ്ടാണ് അവ വാങ്ങുകയും വിൽക്കപ്പെടുകയും ചെയ്യുന്നത്. വയുഖവ്വമാനി ബിൽ അമലാത്തി, അത് രണ്ടിന്റെയും വില നിർണ്ണയിക്കപ്പെടുന്നതും കറൻസി കൊണ്ടായി. അപ്പൊ അതോ ആധുനിക കറൻസിയെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്, അല്ലാതെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കടരേഖയായിട്ട് ഉപയോഗപ്പെട്ടിരുന്ന പഴയകാല കറൻസിയെ പറ്റിയല്ല. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്രതിസ്ഥാനം അല്ലെങ്കിൽ അതിന്റെ പ്രതീകസ്ഥാനം വഹിച്ചിരുന്ന പഴയകാല കറൻസിയെ സംബന്ധിച്ചല്ല. സ്വർണത്തിന്റെയും വെള്ളിയുടെയും പ്രതിനിധാനം നിർവഹിച്ചിരുന്ന പഴയകാല കറൻസിയെ സംബന്ധിച്ചല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഏറ്റവും നവീനമായ കറൻസിയെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യുന്നത്. മനസ്സിലായില്ലേ? പിന്നെ നിങ്ങൾ ചോദിച്ചു, ഹറാമും കറാഹത്തുമായ ആഭരണങ്ങൾക്ക് എന്തുകൊണ്ട് സക്കാത്തുണ്ടായി?
അതിലെന്തുകൊണ്ട് നഖദിയത്ത് നിലനിന്നു അല്ലെ? അതിൽ ഇമാം ഇബ്നു ഹജർ തങ്ങൾ തന്നെ റഹ്ബയുടെ 3-ാം വാല്യം 238-ാമത്തെ പേജിൽ പറയുന്ന മറുപടിയിൽ നിങ്ങൾക്ക് വിശദീകരണത്തിന് മനസ്സിലാക്കാൻ കഴിയും. എന്താണെന്നറിയോ? എന്താണത്? മൃഗങ്ങളുടെ സക്കാത്ത് പറഞ്ഞിടത്ത് മൃഗങ്ങൾ അത് ജോലി ചെയ്യുന്ന മൃഗങ്ങളാണെങ്കിൽ, അഥവാ പണിയെടുക്കുന്ന കൃഷി പോലത്തെ വെള്ളം തേവുക പോലത്തെ ആവശ്യത്തിന് വേണ്ടി പണിയെടുക്കുന്ന മൃഗങ്ങളാണെങ്കിൽ, ഇവിടെ കറണ്ട് പോയതുകൊണ്ട് ഈ ഭാഗത്ത് കണ്ണു കാണില്ല, അങ്ങനെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാനൊരു വളർത്ത് കെട്ടിക്കട്ടെ. അപ്പൊ എന്താ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇതിനകത്തങ്ങൾ പറയാം, വയുഫ്റഖു ബൈന അദമി വുജൂബി സക്കാത്തി ഫിൽ മുസ്തഅമലത്തി ഫീ മുഹറമി, ഹറാമിൽ ഉപയോഗിക്കപ്പെട്ട ഹറാമായ കാര്യത്തിൽ ജോലി ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച മൃഗങ്ങളിൽ സക്കാത്ത് നിർബന്ധമില്ല എന്നും, അതേസമയത്ത് ഹറാമായ ആഭരണത്തിലുള്ള സ്വർണ്ണവെള്ളിയിൽ സക്കാത്ത് നിർബന്ധമാണെന്നും പറയാൻ കാരണം എന്താണ്? ബിഅന്നഹാ മുതഅസ്സിലത്തുൻ ഫിൻ നഖദി. ഏത് സക്കാത്ത് എന്ന് പറയുന്നത് സ്വർണ്ണവെള്ളിയിൽ അടിസ്ഥാനപരമായതാണ്. അതുകൊണ്ട് തന്നെ വമിൻ സമ്മ ലം യഹ്തജ് ബി ഖസ്ദിൻ വലാ ഫിഅലിൻ, സ്വർണ്ണവെള്ളിക്ക് സക്കാത്ത് ഉണ്ടാവാൻ പ്രത്യേകിച്ചൊരു ഉദ്ദേശമോ ഒരു പ്രവൃത്തിയോ ആവശ്യമില്ല. ഫലം യുസ്കിത്ഹാ ഫീഹി, അതുകൊണ്ട് തന്നെ സ്വർണ്ണവെള്ളിയിൽ സക്കാത്തിനെ ഇല്ലാതെയാക്കൂല, ഇല്ല കവിയും നല്ല ബലമായ കാരണമല്ലാതെ. വൽ മുഹറമു, ഹറാമായ ഉപയോഗം ലാ ഖുവത ഫീഹീന, അതിനൊരു ഖുവത്തും ഇല്ല. അപ്പൊ ഹറാമായ ഉപയോഗം കൊണ്ട് സ്വർണ്ണവെള്ളിയുടെ നഖദിയത്ത് നഷ്ടപ്പെടുന്നില്ല. ബിഖിലാഫിഹാ ഫിൽ ഹയവാനി, അതേസമയത്ത് മൃഗങ്ങളിലുള്ള സക്കാത്തിന് വിപരീതമായിട്ട് മൃഗങ്ങളിൽ സക്കാത്ത് ഇല്ലാതിരിക്കലാണ് അടിസ്ഥാനം. ഇനി അത് മേല് നടക്കുന്നതാണ് എന്നൊരു അതിനെ മേയാൻ വിടണം. പുല്ലിട്ട് കൊടുക്കാതെ, പുല്ലിട്ട് വളർത്താതെ മേയാൻ വിട്ടുകൊണ്ട് ഇങ്ങനെ ഗൾഫ് നാടുകളിലൊക്കെ ഒട്ടകങ്ങളെ കാട്ടുന്ന മാതിരി ചെയ്തെങ്കിലേ അതിന് സക്കാത്ത് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ പ്രവൃത്തിയിലേക്ക് ആവശ്യമാണ്, അത് കരുതുകയും വേണം. അപ്പൊ അസ്സറത്തുബി അദിനാ മുഅസ്സിരിൻ, ആ മേയാൻ വിടുക എന്നുള്ളത് ഒരു ചെറിയ ഘടകം അതിൽ സ്വാധീനിച്ചാൽ തന്നെ ആ ഇല്ലത്ത് അവിടെ ഇല്ലാതെയായി, എന്ന് വെച്ചാൽ അതിനെ നഷ്ടപ്പെടുത്തി. വമിൻഹു അൽ-ഇസ്തിഅമാൽ മുഹറം, ഹറാമായ ഉപയോഗം അതിൽപ്പെട്ടതാണ്. നേരിയ സ്വാധീനത്തിൽപ്പെട്ടതാണ് ഹറാമായ കാര്യത്തിൽ മൃഗങ്ങളെ പണിയെടുപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് അതിന് സക്കാത്തില്ല. അതേസമയത്ത് അനുവദനീയമായ ആഭരണം അങ്ങനെയല്ല, അതിൽ സക്കാത്ത് ഉണ്ടാവലാണ് അസ്ല്. ആ അസ്ലിൽ നിന്ന് അതിനെ തെറ്റിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ബലമായ കാരണം തന്നെ വേണം. ഹറാമോ കറാഹത്തോ ആയ കാരണം അതിൽപ്പെട്ടതല്ല. ആ ഇബാറത്ത് നിങ്ങൾ നോക്കാത്തത് കൊണ്ടാണോ, കാണാത്തത് കൊണ്ടാണോ, അത് കണ്ണുണ്ടായിട്ട് നോക്കാത്തത് കൊണ്ടാണോ, അത് കണ്ണുണ്ടായിട്ട് നോക്കിയിട്ട് കാണാത്തത് കൊണ്ടാണോ, അതൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ചയുടെ പ്രസംഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? തുളക്കപ്പെട്ട സ്വർണ്ണ നാണയങ്ങളെ കൊണ്ട് മാല കോർത്തുകാണ്ട് ആഭരണമാക്കിയാൽ സക്കാത്തില്ല എന്ന് നബിമാം പറഞ്ഞു മജ്മുഅയിൽ. എന്നാൽ അവിടെ അസ്നവി ഇമാം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്ത്? സക്കാത്ത് ഉണ്ട്, കാരണം അതിന്റെ നഖദിയത്ത് ബാക്കിയായതിനു വേണ്ടി. സക്കാത്ത് ഉണ്ട് ഇല്ല അങ്ങനെ രണ്ടഭിപ്രായം ഷാഫി മദ്ഹബിലുണ്ട്. അപ്പൊ ഉണ്ട് എന്ന് അസ്നവി ഇമാം പറഞ്ഞതിൽ കഴിവ് പറ്റിയിട്ടില്ല. പക്ഷെ ഈ ബഖാഇ നഖദിയത്തിഹ എന്ന് പറഞ്ഞ ആ ഇബാറത്തുണ്ടല്ലോ, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഈ ബഖാഇ നഖദിയത്തിഹ, തുറക്കപ്പെട്ട സ്വർണ്ണ ആഭരണങ്ങളെ കൊണ്ട് മാലയാക്കപ്പെട്ടതിന്റെ നഖദിയത്ത് അവശേഷിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞെടുത്ത് സർക്കശി ഇമാം പറഞ്ഞത് അബദ്ധമാണ് എന്നാരാ പറയുന്നത്? തുഹ്ഫയിൽ പറയുകയാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് അന്നഹാദം തഖ്റുജു ബിസ്സഖദി അൻഹാ, തുളച്ചത് കൊണ്ട് മാത്രം അതിന്റെ നഖദിയത്ത് നഷ്ടപ്പെടുന്നില്ല എന്ന് മൂപ്പര് പറഞ്ഞത് അബദ്ധമാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? നഖദിയത്ത് നഷ്ടപ്പെടുന്നുണ്ടെന്നല്ലേ? അപ്പൊ ആഭരണമാക്കിയാൽ നഖദിയത്ത് നഷ്ടപ്പെടുന്നുണ്ട്. അവിടെ നിഹായയും അതുപോലെ തന്നെ മൗലിയും പറഞ്ഞത് എന്താണ്? പിടിവെക്കപ്പെട്ടതായ സ്വർണത്തിന്റെ നാണയം, വട്ടത്തിലുള്ള നാണയത്തിൽ മറ്റൊരു ലോഹം കൊണ്ട് പിടിവെച്ചു, എന്നിട്ട് അതിൽ കയറ് കോർത്തുകൊണ്ട് ആഭരണമാക്കി, അതിന് സക്കാത്തില്ല എന്ന് പറയാൻ കാരണം എന്താ?
അതിന് അവർ പറഞ്ഞ കാരണം അന്നഹ സുരിഫത്ത് ബിദാലിക അൻ ജിഹത്തിൻ നഖദി ഇലാ ജിഹത്തിൻ ഉഖറ ബിഖിലാഫി ഗൈരിഹാ. നഖദ് എന്ന ജിഹത്തിൽ നിന്ന് മറ്റൊരു ജിഹത്തിലേക്ക് ആ സ്വർണ്ണ നാണയത്തെ തിരിക്കപ്പെട്ടു. ഇതാരാ പറഞ്ഞത്? ഇത് റബ്ബിമാം, അതുപോലെ തന്നെ മൗലിയുടെ ഷർബീനി ഇമാമാണ് പറഞ്ഞത്. എന്താ അതിനെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടോ? അപ്പൊ മുബാഹായ ഹുലിയിൽ നഖദിയത്തിൽ നഷ്ടപ്പെട്ടത് കൊണ്ടാണ്, ബാത്തിലായതുകൊണ്ടാണ് അതിന് സക്കാത്ത് വിനഷ്ടമായത്. ഇതിപ്പോ ഇവര് പറയാണ് തൊഹ്ഫയിൽ മിനൻ നഖദിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹറാമായ ആഭരണങ്ങളും നഖദിൽപ്പെട്ടതാണ്, അതുപോലെ തന്നെ മുബാഹായ ആഭരണങ്ങളും നഖദിൽപ്പെട്ടതാണ്. അതിനാരെ നിങ്ങളോട് പെട്ടത് എന്ന് അർത്ഥം വെക്കാൻ വേണ്ടി പറഞ്ഞത്? മിനൻ നഖദിയിൽ കാണുന്നവർക്കൊക്കെ നിങ്ങൾ പെട്ടത് എന്ന് അർത്ഥം വെക്കണ്ടല്ലോ. അവിടെ ഇബ്തിദായിയാണ്, നഖദിൽ നിന്നുള്ളതാണ്. നഖദിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ ഇപ്പൊ നഖദ് ആവണം എന്നും വരില്ല, അല്ലാന്നും വരില്ല. അത് സന്ദർഭം പോലെ മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന ആ ശുഭഹത്തുണ്ടല്ലോ മിനൻ നഖദി യുസക്കൽ മുഹറമു മിനൻ നഖദി ലൽ മുബാഹു എന്ന് പറഞ്ഞ മിനൻ നഖദി, ആ മിനൻ നഖദിയുടെ മിന്ന് തബഈദല്ല, അത് ഇബ്തിദായിയായ മിന്നാണ് എന്ന് കൃത്യമായി നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാണിക്കലോടുകൂടി നിങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ കൊണ്ടുവന്ന ആ അതിമഹത്തായ ശുഭഹത്ത് തകർന്ന് തരിപ്പണമായി പോയി എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്റെ വിമർശകരെ ഞാൻ ഉണർത്തുകയാണ്. പിന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട ചർച്ച, അതിലേക്ക് ഇവർ ചില സൂചനകൾ കൊടുത്തിട്ടുണ്ട്. കറൻസിയുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട ചർച്ച, ഞാൻ എന്റെ വിഷയം ഹുലിയ് മുബാഹ് നഖദാണോ എന്നുള്ള വിഷയമായതുകൊണ്ട് അതിലൊതുക്കി ഞാൻ എന്റെ വാക്കിൽ ഉപസംഹരിക്കുകയാണ്. റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിർത്തുന്നു. വാഖിദ് ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി സംശയമുള്ള ആളുകൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് പിരിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ബഹുമാനപ്പെട്ട ഉസ്താദ് MT അബൂബക്കർ ദാരിമി ഉസ്താദിന്റെ ഇന്നത്തെ വിഷയത്തിലുള്ള ക്ലാസ്സാണ് നടന്നത്. ഒരുപാട് ഐഡിയയിൽ നേരത്തെ ആ പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ ആളുകളോട് ഇരിക്കുന്നുണ്ട്. പെണ്ണുങ്ങൾക്ക് വെച്ച് നമ്മുടെ ക്ലാസ് റൂമിൽ മൈക്കിൽ വരാനുള്ള അനുവദനീയമുണ്ട്. മൈക്കിൽ വന്ന് ഇപ്പൊ ചോദിക്കാം. വാട്സപ്പിൽ ഇരുന്നുകൊണ്ട് ബബ്ബ പറയരുത്. ഈ സമയത്ത് ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോഴും വാട്സപ്പിലൂടെ മോശപ്പെട്ട വാക്കുകളാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് അങ്ങനത്തെ ആളുകൾക്ക് ഉസ്താദ് പറഞ്ഞ കളവാണെന്നാണ്, ഉസ്താദിനെ അറിയാമെന്നാണ് ഒരുത്തന്റെ വാദം, ഈ ഒരു ഫീൽസിന്റെ വാദം. അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ മൈക്കിൽ വരാം. ആയിരക്കണക്കിന് ആളുകൾ ഒരേ സമയം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിമിഷങ്ങൾക്കകം ഈ പ്രസംഗം വാട്സപ്പിലും മൊത്തം ഫേസ്ബുക്കിലും വരികയും ചെയ്യും. അപ്പൊ അത് ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ മൈക്കിൽ വരും. നേരത്തെ ഒക്കെ മൈക്കിൽ വന്നവരും ID മാറിയവരൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഇപ്പൊ വരിക, ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് വെച്ചിട്ടുള്ളത് കാര്യമായിട്ട്, അതിലൂടെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആരെങ്കിലും ഉണ്ടാ? ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഇനി വാട്സപ്പിൽ കളകള വർത്താനം പറയരുത്. അയാളുടെ ഭാഷയാണ് കളകള പറയണം MT ദാരിമി. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഭാഷ നിങ്ങൾ ഉപയോഗിക്കരുത്. ഇതുപോലൊരു അവസരം സൗജന്യമായി തന്നിട്ട് ഉപയോഗപ്പെടുത്താൻ നിങ്ങളുടെ കയ്യിൽ പ്രമാണം ഇല്ലാത്തത് തന്നെയാണ്. കത്ത് വായിക്കുക, കള്ളത്തരം പറയാ. ആരെങ്കിലുണ്ടാ ഈ അവസരം? സ്വന്തമായിട്ട് ക്ലാസ് റൂമുള്ളത് പൂട്ടിയിട്ടാണ് ഇപ്പൊ അവരെ കുത്തിറക്കുന്നത്. ഏതായാലും ഉസ്താദ് കൈപ്പൊക്കിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ദുആവസ്യത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ സുഹൃത്തിന്റെ ഭാര്യ ഹോസ്പിറ്റലിലാണ്, പ്രസവത്തിന് അവർക്ക് കൊണ്ട് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ഈ ക്ലാസ് എടുത്ത ഉസ്താദിന് പ്രത്യേകം സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ്സിന് പേര് നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ മൈക്കെടുത്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ SKCR ക്ലാസ് എടുക്കുന്നത് അടച്ചിട്ട റൂമിലാണെന്നാണ് ഇവർ പറയുന്നത്. അടച്ചിട്ട റൂമിലാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ, ഈ SKCR അടച്ചിട്ട റൂമാണോ അല്ലേ? ഓൺലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം? ഓൺലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അടച്ചിട്ട റൂമിനാ? എനിക്ക് അത്ര ഇംഗ്ലീഷിനോട് വലിയ പ്രാവീണ്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചോദിക്കാം. മഫ്തൂഹ് എന്നല്ലേ?
തുറക്കപ്പെട്ടതല്ലേ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ. ഇവിടെ ആർക്കും വന്ന് ചോദിക്കാം. ഇപ്പോ ഇവിടെ ഇപ്പോ 100ന്റെ അടുത്ത് ഐഡികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോ കുറച്ച് ആളുകൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ റേഡിയോ വഴി അതിന്റെ എത്രയോ ഇരട്ടി ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നിത് യൂട്യൂബിൽ പ്രകാശിപ്പിക്കപ്പെടുകയാണ്, മറ്റു ഫേസ്ബുക്കിലും വാട്സാപ്പിലൊക്കെ അത് വരികയാണ്. അപ്പൊ അതെങ്ങനെ അടക്കപ്പെട്ടതാകുക? എനിക്കത് മനസ്സിലാണില്ല. മൗലൂക്കാണ് ഈ ബാബു എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഇപ്പോഴത്തെ ക്ലാസ്സിനെ സംബന്ധിച്ചോ കഴിഞ്ഞ ക്ലാസ്സിനെ സംബന്ധിച്ചോ 8ാം തീയതി ക്ലാസ്സിനെ സംബന്ധിച്ചോ നിങ്ങൾക്ക് സംശയം ചോദിക്കാം. അവിടെ വാശിക്കോ വക്കാലത്തിനോ വേണ്ടിയില്ല. ഇത് ഒരു വിശ്വാസ രംഗത്ത് വഴിപിഴച്ചു പോയ മുജാഹിദ് ജമാഅത്തുകാരോട് സംവദിക്കുന്നത് പോലെയല്ലല്ലോ, ഒരു മസ്അലയിലുള്ള തർക്കമാണ്. അപ്പോ ഞാൻ എന്റെ 1ാമത്തെ ക്ലാസ്സിൽ കൃത്യമായി പറഞ്ഞിരുന്നു, ഇത് അഭിപ്രായ ഭിന്നതയ്ക്ക് വളരെ പഴുതുള്ള ഒരു മദ്ഹബി മസലയാണെന്നുള്ളത്. മദ്ഹബി മസലകളാകുമ്പോൾ പണ്ഡിതന്മാരെ ഇബാറത്തുകളെ ധരിക്കുന്നതിനും വിലയിരുത്തുന്നതിനും വിഭിന്ന വീക്ഷണങ്ങൾ സംഭവിച്ചേക്കാം. ഞാൻ അതിനൊരിക്കലും എതിർത്തിട്ടില്ല. അവർക്ക് വിഭിന്ന വീക്ഷണം ഇതിലുണ്ട് എന്ന നിലക്ക് അവരെ ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. അത് പണ്ഡിതന്മാരുടെ അഭിപ്രായ ഭിന്നതയായിട്ടാണ് ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ക്ലാസ് റൂമിലുള്ള പല ആളുകൾക്കും അഭിപ്രായം ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്നെക്കാട്ടിലും ഇബാറത്തുകളും അതുപോലെ കിതാബിന്റെ ഉള്ളും കൃത്യമായി മനനം ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. അവര് പക്ഷെ എന്റെ ആ അഭിപ്രായത്തോട് യോജിച്ചു കൊള്ളണമെന്നില്ല. ഞാൻ എന്റെ സ്വതന്ത്രമായ അഭിപ്രായമാണ് പറയുന്നത്. ഇത്രത്തോളം 1967 ആ മൈക്കയില് ഖുത്ബ നിർവഹിക്കുന്നതിനെ പറ്റി സമസ്തകൾ ജമിയത്തുൽ ഉലമായുടെ ആ വീക്ഷണം, ബഹുമാനപ്പെട്ട സദഖത്തുള്ള മുസ്ലിയാർ ആ വീക്ഷണത്തിന് വിരുദ്ധമായിട്ട് സമസ്തയിൽ നിന്ന് പോവുകയും അദ്ദേഹം വേറെ സംഘടന സ്ഥാപിക്കുകയും ചെയ്ത സാഹചര്യം, അതിനെ ഒരു പണ്ഡിതപരമായ അഭിപ്രായ ഭിന്നതയായിട്ടാണ് ഞാൻ കാണുന്നത്. അത് നമ്മുടെ സമസ്തയുടെ ആളുകളൊക്കെ അങ്ങനെയാണ് കാണുന്നത്. ഈ വാട്സപ്പിലൊക്കെ നമ്മുടെ ചെറിയ ചെറിയ പ്രവർത്തകന്മാർ സംസാരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട സദഖത്തുൽ ഉസ്താദിനും അതുപോലുള്ള ആളുകളൊക്കെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് നമ്മൾ പറയാറുള്ളത്. അതേസമയത്ത് ഇവര് നേരെ തിരിച്ച് ചെറുശ്ശേരി ഉസ്താദിനെയും അതുപോലുള്ള മഹാന്മാരായ ആലിമീങ്ങളൊക്കെ വിവരദോഷികളായിട്ടും തോന്നിവാസികളായിട്ടും ഒക്കെയാണ് പറയുന്നത്. എത്രത്തോളം 1960കളിലെ മുഷാവറ പണ്ഡിതന്മാർക്കാർക്കും തന്നെ ദീനീ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ കഴിവോ ആർജവമോ അല്ലെങ്കിൽ അഭിപ്രായം പറയാൻ പോലും കഴിവില്ലാത്ത ആൾക്കാരായിരുന്നു എന്നല്ലേ നജീബ് മൗലവി ബുൽബുൽ ദശവാർഷിക പതിപ്പിൽ എഴുതിയത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വായിച്ചല്ലോ. മാത്രമല്ല ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് നിന്റെ തലാഖ് ചൊല്ലി എന്ന് കർത്താവ് ഉച്ചരിക്കാതെ പറഞ്ഞ വാചകം, തലാഖിന്റെ വാചകം വ്യക്തമായ വാചകമുണ്ട്, വ്യംഗ്യമായ വാചകമുണ്ട്. ഇത് രണ്ടിലും പരാജയമാകുമ്പോൾ അതിനെപ്പറ്റി വ്യർത്ഥമായ വാചകം എന്ന് പറയും. വ്യക്തം, വ്യംഗ്യം, വ്യർത്ഥം. അതിൽ 3ാമത്തെ ഗണത്തിലാണ് ഇത് ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തലാഖ് സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ഫത്വ അത് ശാഫിഈ മദ്ഹബില് തഹ്ഖീഖുള്ള ഫത്വയാണ്, മുഹഖ്ഖീഖുകൾ കൊടുത്ത ഫത്വയാണ്. ആ ഫത്വ കൊടുത്തതിനെ പറ്റി നജീബ് മൗലവി എന്താ എഴുതിയത് ബുൽബുൽ ദശവാർഷിക പതിപ്പില്? തലാഖ് സംഭവിച്ച ഒരാൾക്ക് പിന്നീട് മനംമാറ്റം വരുമ്പോ മറിച്ച് ഫത്വ കൊടുക്കുക എന്ന നയമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കുള്ളത്. ആ നയത്തിന്റെ ഭാഗമായിട്ടാണ് ഫത്വ കൊടുത്തത്. ഒരു നയം സമസ്തക്കുണ്ട്. എന്താണ്? ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ വിവാഹബന്ധം വേർപ്പെടുത്തി, ആ വേർപ്പെടുത്തപ്പെട്ട ആ വിവാഹബന്ധത്തെ പിന്നീട് മനംമാറ്റം വരുമ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് കൂട്ടി യോജിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ആ ഒരു നയം സ്വീകരിച്ചിക്കാത്ത സമസ്ത. അപ്പൊ അതനുസരിച്ച് പോയ തലാഖുകളൊക്കെ പോയിട്ടില്ല എന്ന് ഫത്വ കൊടുക്കുന്ന ഒരു നയം സമസ്തക്കുണ്ട്. ഇത് എന്തടിസ്ഥാനത്തിലായി പറയും? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചോദിച്ചതാണ്. ഒരക്ഷരം അതിനെപ്പറ്റി മറുപടി പറയാൻ അവരുടെ ഭാഗത്തു നിന്ന് ഇതുവരെ സന്നദ്ധരായിട്ടില്ല. ഒരക്ഷരം മറുപടി പറഞ്ഞിട്ടില്ല, മറുപടി കഴിയില്ല. അതുകൊണ്ട് അവർ പറയുന്നത് വെച്ചാൽ അടച്ചിട്ട റൂമിൽ ആണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്കത് മനസ്സിലായില്ല എന്താണ് ഈ അടച്ചിട്ട റൂം എന്നുള്ളത്. ഒന്ന്. രണ്ടാമതായിട്ട് പിന്നെ അവർ മാനേജ് ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്.
ആ ഗ്രൂപ്പുകളിൽ അവരുടെ അജണ്ട അനുസരിച്ച് എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ നിന്നുകൊടുക്കണം. ഇല്ലെങ്കിൽ തെറിവാക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണ് മറിച്ചതാണ്, ഇങ്ങനെ പല വർത്താനങ്ങളും പറയാം. ഭ്രാന്തുണ്ടോ? ഇന്റെ ഞാൻ നിങ്ങളടുത്തേക്ക് ഒരു മോഡേറ്റിനെ കൊടുന്നാല് ആ മോഡേറ്റ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരും എന്നൊക്കെയാണ് എനിക്ക് പേഴ്സണലായിട്ട് ഓരോരുത്തർ മെസ്സേജ് അയക്കണം. അപ്പൊ ഞാനൊരു സുഹൃത്തിനോട് തിരിച്ചയച്ചു കൊടുത്തു, സഹോദര, ഞാൻ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേൾക്കുന്ന ആളാണ്. ഞാന് മുജാഹിദ്, ജമാഅത്ത്, അതുപോലെ തന്നെ തെബിലീഗേര്, കള്ളതരീകത്തേര്, ഇവരൊക്കെ എന്റെ മൊബൈലിലേക്ക് പേഴ്സണലായിട്ട് പല തെറിവാക്കുകളും അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചിലത് വായിക്കും, ചിലത് രസമാണ്, ചിലത് വായിച്ചാൽ കുറെ ചിരിക്കും, ചിലത് കുറെ ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കും. ഇന്നലെ മൂത്തേടം കാരപ്പുറം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ സമയത്ത് ഞാൻ മുജാഹിദുകളായിട്ട് ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 9 മണി മുതൽക്ക് ഈ സമയം വരേക്കും ഞാൻ മുജാഹിദുകളുമായിട്ട് ഞാൻ മുഖാമുഖം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാമാണ് അവർ നമ്മളെ പറ്റി പറയുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി എല്ലാ മുജാഹിദിന്റെ ചോദ്യങ്ങളും ഞങ്ങൾ സമ്മതിച്ചു, ഉസ്താദ് പറഞ്ഞത് സമ്മതിച്ചു എന്നാണ് പറയിപ്പിച്ചുകൊണ്ട് അവസാനം എങ്ങനെ പരിപാടി നിർത്തിയതെന്ന് അറിയുന്നു. ഒറ്റ ചോദ്യം ഞാൻ ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നൊരു ഹദീസ് നമ്മുടെ മുമ്പാകെ കാണുകയാണ്. ആ ഹദീസ് കൊണ്ട് അമൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിഷ ബീവി പ്രവർത്തിച്ചെങ്കിലേ ആ ഹദീസ് അമൽ ചെയ്യാൻ ഉമ്മത്തിന് പറ്റുകയുള്ളൂ എന്ന ഒരു നിയമം നിങ്ങൾക്ക് ഏത് കിതാബിൽ നിന്നാണ് കിട്ടിയത് എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. അത് ഞാൻ ഉദാഹരണം പറഞ്ഞു. ബൈന കുല്ലി അദാനൈനി സലാത്ത്, എല്ലാ ബാങ്ക് ഇഖാമത്തുകൾക്കിടയിലും സുന്നത്ത് നിസ്കാരമുണ്ട്, ഹദീസാണ്. അപ്പോ ജുമാക്ക് പോകുന്ന ആൾക്കാര് ജുമാക്ക് വാങ്ങുന്നതിന് ശേഷം ജുമാ നിസ്കാരത്തിന് മുമ്പായിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്ന സുന്നത്താണ്. ഇത് ഹദീസോട് സ്ഥിരപ്പെട്ട സംഗതിയാണ്. ഇത് ആയിഷ ബീവി ചെയ്തിട്ടുണ്ടോ? ആയിഷ ബീവി ചെയ്തു ഒരൊറ്റ ഹദീസിൽ നമ്മൾ കാണുന്നില്ല. കാരണം ആയിഷ ബീവി ജുമാക്ക് തന്നെ പോലില്ലല്ലോ. ഈ പോയിന്ന് വിചാരിച്ച് സങ്കല്പിക്കാം, എന്നാ റവാത്തിൽ നിസ്കരിച്ചു എന്നിലേക്ക് വല്ല ഹദീസിനും തെളിവുണ്ടോ? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നിസ്കരിച്ചു എന്നിലേക്ക് തെളിവുണ്ടോ? ഉമർ ബിൻ ഖത്താബ് തങ്ങൾ നിസ്കരിച്ചു എന്നിലേക്ക് വല്ല ഹദീസുണ്ടോ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ നിസ്കരിച്ചു എന്നിലേക്ക് ഹദീസുണ്ടോ? അലിയാർ തങ്ങൾ നിസ്കരിച്ചു എന്നുള്ളതിന് ഹദീസുണ്ടോ? ഓ, ഹദീസില്ല. എന്നാ റവാത്തിബ് വേണ്ടാനാവശ്യ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് നമ്മുടെ മുന്നിൽ വന്നാൽ ആ ഹദീസ് കൊണ്ട് അമൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിഷ ബീവി റസൂലുള്ളാഹിന്റെ വഫാത്ത് വരെ 9 കൊല്ലവും വഫാത്തിന് ശേഷം 40 കൊല്ലവും ജീവിച്ച ആയിഷ ബീവി ചെയ്തെങ്കിലേ നബിയുടെ ഹദീസ് ഒരു മുസ്ലിമിന് തെളിവാകുകയുള്ളൂ എന്നുള്ളത് ഏത് കിതാബിലാണ് മുജാഹിദ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്ന് ചോദിച്ചപ്പോ ആ മുജാഹിദ് സഹോദരൻ മൈക്കെടുത്തിട്ട് എന്താ പറഞ്ഞത്? അത് ബുദ്ധി എന്ന കിതാബിലാണുള്ളത്. കേൾക്കുന്ന സുഹൃത്തുക്കളെ, ഇന്നലെ മൂത്തേടം എന്താണ് സ്ഥലത്തിന്റെ പേര്? മൂത്തേടം അടുത്തുള്ള സ്ഥലമാണ്. നമ്മൾ റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ മൂത്തേടം, അതിനടുത്തുള്ള സ്ഥലം. ആ സ്ഥലത്ത് വെച്ചിട്ട് അവസാനം മുജാഹിദിന്റെ ചോദ്യകർത്താവ് പറഞ്ഞത് ബുദ്ധി എന്ന കിതാബിലാണ് അതുള്ളത്. ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, ബുദ്ധി എന്ന കിതാബ് കാരപ്പുറം, ബുദ്ധി എന്ന കിതാബ് ഞങ്ങൾ അറബിക്കടലിലേക്ക് തള്ളിയിരിക്കുന്നു. അതോടുകൂടി ജനങ്ങൾ തെറ്റിദ്ധീരം ചൊല്ലി പരിപാടികൾ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അതിന് സമയം 11 മണിയായിരിക്കണം. അപ്പൊ അങ്ങനെ ഇതെന്തെല്ലാം നമ്മളെ പറ്റി പറയുന്നു. ഒരു മുജാഹിദേരും ചോദ്യം ചോദിക്കാൻ വേണ്ടി കൈകൊണ്ടും കാലുകൊണ്ടും ഇങ്ങനെ ലോക്സഭയിൽ പ്രതിപക്ഷം വഹളം വെക്കണമായിരുന്നു വഹളം വെച്ചിരുന്നു. എന്നിട്ടാണ് ഇറങ്ങിപ്പോയി. അപ്പൊ ഇതൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുത്തിരിയല്ല. അങ്ങനെ കുറെ കേട്ട് താഴ്മിച്ചതായതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കേരള സംസ്ഥാന സുഹൃത്തുക്കളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ബഹളം വെച്ചിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ അതും പറഞ്ഞുകൊണ്ടോ എന്നോട് ചൂടായതുകൊണ്ടോ അതല്ലെങ്കിൽ ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. ഇത് തുറന്ന ഒരു ക്ലാസ്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വാട്സപ്പിൽ ഒരു 2 മിനിറ്റ് അമ്മാണ് സംസാരിക്കുക, എന്നിട്ട് പിന്നെ മറ്റൊന്നെ മറുപടി കാക്കുക. അപ്പൊ ഓന് എത്താൻ പറയാം, എനിക്ക് ഞാൻ പൂളർച്ചി തിന്നാണ്, ഇറച്ചിമ്പുള്ളി തിന്നാണ് ഇക്കാരം പറഞ്ഞിട്ടുണ്ടാകുക. ഞാൻ പൂളർച്ചി തിന്നാണ്, കുറച്ചേരം കഴിയട്ടെ ഒരാൾ പറഞ്ഞ മറുപടിയാണ്. അപ്പൊ പിന്നെ അയാൾ പിന്നെ കുറച്ചേരം കഴിഞ്ഞിട്ട് മറുപടി അല്ല. ഇത് ഈ വാട്സപ്പ് എന്ന് പറയുന്നത് അതുണ്ടല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതിന്റെ മുന്നിൽ ഇങ്ങനെ എന്തെല്ലാം ചുറ്റുപാടുണ്ട്. അപ്പൊ ആ ചുറ്റുപാടിന്റെ ഇടയിൽ ചിലപ്പോൾ നേരമ്പോക്കിന് വേണ്ടി തുറന്നു നോക്കിയിരിക്കും.
ചിലപ്പോ വേറെ ഒരുപാട് 130ഓളം ഗ്രൂപ്പ് എന്റെ മൊബൈലിൽ വാട്സപ്പിലുണ്ട്. അത് പല ഗ്രൂപ്പുകളും തുറക്കും, ചിലതങ്ങനെ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കും. ചിലത് യുക്തിവാദി, ഞാൻ പ്രധാനമായിട്ട് നോക്കല് ഒന്ന് യുക്തിവാദികളുടെ ഒരു ഗ്രൂപ്പുണ്ട്. അതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഗ്രൂപ്പാണ്. അതിൽ ഇസ്ലാമിനെ ഇങ്ങനെ വാരി തേമ്പണ ഓരോ പ്രയോഗങ്ങളൊക്കെയാണ്. അപ്പൊ അതിങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾക്ക് എന്താവും, യുക്തിവാദികളുടെ ഹിക്മത്തുകൾ എന്താണ്, അവർ ഇസ്ലാമിനെ എതിർക്കുന്നതിന്റെ രീതി എന്താണെന്നത് മനസ്സിലാക്കാൻ വേണ്ടി അവരുടേത് ഞാൻ സ്ഥിരമായിട്ട് കേട്ടുകൊണ്ടിരിക്കും. പിന്നെ ചേകനൂരികളുമായ ആശയവുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുണ്ട്, അതും ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട്. പിന്നെ മുജാഹിദുകളുടെ 1-2 ഗ്രൂപ്പുണ്ട്, അതും ഇങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. പിന്നെ ഇവരുടെ ഈ സംസ്ഥാനക്കാരുടെ ഗ്രൂപ്പ്, അതും ഞാൻ കേൾക്കാറുണ്ട്. അപ്പൊ ഇവരെ വിചാരം എന്താ, മൂപ്പരിതൊക്കെ വാച്ച് ചെയ്തിട്ട് മറുപടി മുട്ടിയിട്ട് ആകെ പിന്നെ മറുപടി ഒന്നും ഇല്ലാതെ. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം മുജാഹിദിന്റെ ഗ്രൂപ്പിൽ കയറില്ല, യുക്തിവാദികളുടെ ഗ്രൂപ്പിലും കയറുന്നില്ല, ഒരു ഗ്രൂപ്പിൽ ഞാൻ കയറുന്നില്ല. കാരണം അങ്ങനെ കയറി ഇടപെടാൻ സമയം ഉണ്ടാവില്ല. അതിന് പറ്റുന്ന ഒരു വേദിയായിട്ട് വാട്സപ്പിൽ എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് വാട്സപ്പിൽ അങ്ങനെ ഇവര് പറയുന്നത് എന്താ വാട്സപ്പിൽ എം ടി വരാത്തത് ഇങ്ങനെ ചോദിക്കാൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചോദിച്ചോട്ടെ, കുഴപ്പമില്ല. പക്ഷെ വാട്സപ്പ് എന്ന് പറയുന്നത് മനുഷ്യന് ദർശനമുണ്ട്, മറ്റുള്ള കാര്യങ്ങളുണ്ട്, എന്തെല്ലാം ചുറ്റുപാടുകളുണ്ട്. ആ ചുറ്റുപാടിന്റെ ഇടയിൽ വാട്സപ്പിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ 24 മണിക്കൂർ ചിലപ്പോൾ സംസാരിക്കേണ്ടി വരും. അപ്പോഴേ അതൊരു തീരുമാനിക്കത്തന്നെ വരും. മനുഷ്യന് ദിക്ർ ആ സമയത്ത് എന്തെല്ലാം മനുഷ്യന് ദിക്റില്ലെങ്കിലും വേണ്ടേ. ഒന്ന് ഇഖ്ലാസോടുകൂടി ഒന്ന് നിസ്കരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് 24 മണിക്കൂർ ഈ ഫിക്ർ പിന്നെ തലയിൽ കയറിയിട്ടില്ലെങ്കിൽ പിന്നെ നിസ്കാരം തന്നെ ശരിയാവും. അപ്പൊ അതുകൊണ്ട് ഒരു 2 മണിക്കൂർ ഫിക്സഡ് ആയിട്ട് നമ്മുടെ ഈ ക്ലാസ് റൂം ഉണ്ടല്ലോ, എത്ര വ്യവസ്ഥാപിതാണ്, ആർക്കും ജോലി ചെയ്യും. നിങ്ങളുടെ മൈക്ക് നിങ്ങൾ റൈസ് ഹാൻഡ് ആക്കിയാൽ മതി. ഈ ശബ്ദം കേൾക്കുന്ന ഏതെങ്കിലും സംസ്ഥാനക്കാർ ഈ റൂമിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റൈസ് ഹാൻഡ് ആക്കിയാൽ മതി. നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, കറൻസിക്ക് സക്കാത്തുണ്ടോ ചോദിച്ചോളൂ. എന്തിനാ ഒമായക്കും അക്കാബഹുമാന്ന് പറഞ്ഞത് ചോദിച്ചോളൂ. അതല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ വലിയ മുബാഹി നക്കതല്ല എന്ന് ഞാൻ പറഞ്ഞത് ആ വിഭാഗത്തിന്റെ അർത്ഥം അങ്ങനെയല്ലേ ചോദിച്ചോളൂ. അല്ലെങ്കിൽ കറൻസി കടപ്പലിശ കൊടുക്കണമെന്നുണ്ടെങ്കിൽ സലവിന് പറ്റണം, സലവിന് പറ്റുന്നുണ്ടെങ്കിൽ ബൈക്കിന് പറ്റണം, സ്വയം കറൻസി ഒരു ധനമായിട്ട് അംഗീകരിക്കാൻ പറ്റൂല എന്ന് വാദിക്കുന്ന നജീബ് മൗലവിയുടെ പ്രസ്താവനയും കടമിടപാടിന് പറ്റുമെന്ന് പറയുന്ന ഫത്വയും തമ്മിൽ പ്രത്യക്ഷമായ വൈരുദ്ധ്യമുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സമർത്ഥിച്ചതിന് നിങ്ങൾക്ക് ചോദ്യം ചെയ്യണമെങ്കിൽ ചോദ്യം ചെയ്തോളൂ, വളരെ സുതാര്യമായിട്ട്. നിങ്ങൾക്ക് എത്ര ഇന്ന് സുബിഹി വരെ സംസാരിക്കാൻ തയ്യാറാണ്. വേറെ പരിപാടിയൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ മാറ്റിവെക്കാൻ ഈ റൂമിന്റെ ആൾക്കാർ തയ്യാറാണ്. പക്ഷെ വാട്സപ്പിൽ വരുന്നില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ വാട്സപ്പിൽ നിങ്ങളുടെ അജണ്ട, നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ആക്രോശങ്ങൾ, നിങ്ങളുടെ അപഹാസ്യങ്ങൾ, ഹാസ്യപ്രയോഗങ്ങൾ, അത് ആരാണ് ഈ പറയുന്നത്, എന്താണ് ഈ പറയുന്നത്, നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ. അപ്പൊ അതൊരു ശരിയായ ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ വാട്സപ്പിൽ സംവാദം നടത്തിയിട്ടുണ്ട്. അത് കൃത്യമായ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ സംവാദം നടത്തിയിട്ടുണ്ട്. ഒരു കുറ്റിപ്പുറക്കാരൻ മൗലവിയുമായിട്ട് കഴിഞ്ഞ റമദാനിൽ 4 ദിവസം ഞാൻ സംവാദം നടത്തിയിട്ടുണ്ട്. അതോടുകൂടി ആ മൗലവി വാട്സപ്പ് ലോകത്ത് തന്നെ പ്രശസ്തനായി മാറി. കാരണം MT ദാരിമിനായിട്ട് സംവാദം നടത്തിയ ആളുകൾ പേരിട്ടിയായിരുന്നു. അതുകൊണ്ട് പിന്നീട് സുഹൈൽ യൂസുഫുമായിട്ട് ഈ ഇസ്തിഖ്ദാൻ എന്ന് പറഞ്ഞൊരു വിഷയത്തെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് മണിക്കൂർ സംവാദം നടത്തിയിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അതുപോലെ വ്യവസ്ഥാപിതമായിട്ട് സംവാദം നടന്നിട്ടുണ്ട്. എന്നല്ലാതെ 2 മിനിറ്റ് ഞാൻ ചെയ്യിക്കാന്നത് പിന്നെ ഇറച്ചിമ്പൂളി തിന്നാൻ പോവുക, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറച്ചിമ്പൂളി തിന്നാ പിന്നെ എന്താണ്, അത് പള്ളി കിടക്കൂലല്ലോ, അത് പിന്നെ അപ്പം തന്നെ മറക്കിയിരിക്കാൻ പറ്റും. അപ്പൊ ഞാനൊന്ന് മറക്കിയിരുന്ന് വരട്ടെ, എന്നിട്ട് മറുപടി അറിയാമെന്ന് പറയാം. ആചാര്യ വാട്സപ്പ് സംവാദമോ വാട്സപ്പ് ചർച്ചയോ അത് പ്രായോഗികമല്ല. പ്രായോഗികമായിട്ട് അത് വളരെ വിഷമമുള്ള കാര്യമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അമീർ സാഹിബിനോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതൊന്നും എന്താ ചെയ്യേണ്ട, യൂട്യൂബിൽ കൊടുത്തോളന്നില്ല. ഇപ്പൊ ഈ പറയുന്നതൊക്കെ വേറെ വർത്താനാണ്. നേരത്തെ എന്റെ ക്ലാസ് മാത്രം യൂട്യൂബിൽ കൊടുത്താൽ മതി. ഇപ്പൊ ഈ പറയുന്നതൊക്കെ ഇങ്ങനെ എന്തുകൊണ്ട് വാട്സപ്പിൽ വരും, എല്ലാവർക്കും അറിയില്ലേ. അത്
ഇങ്ങനെ ഇരിക്കുന്ന സാംസങ്ങിന്റെ മൊബൈലിൽ വേറെയും അങ്ങനെ കളിച്ചിട്ടാണ്ട് വെറുതെ സമയം കളയുന്ന ആളുകൾക്ക് അത് തിരക്കിടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം 100% ഫിറ്റാണ്. പക്ഷെ എല്ലാ ആളുകളും അങ്ങനെ തന്നെ ആയിക്കോളുന്നില്ലല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാവിലെ മുതൽക്ക് ഇന്നലെയാണ് ഇപ്പൊ എല്ലാവരും രാവിലെ മുതൽ വശനെ സംബന്ധിച്ച് ഒരു വന്നു. അഥവാ ഒരു വശം ഇല്ലെങ്കിൽ ധനത്തിന്റെ അവിടെ ചർച്ചയ്ക്ക് വെക്കുന്നതിനുള്ള പ്രസക്തിയില്ല. അപ്പൊ ആദ്യം കറൻസി ധനം ആണോ അല്ലയോ എന്ന ചർച്ചയിൽ നിന്ന് ആരംഭിക്കണം എന്ന മാന്യമായ എന്റെ ആവശ്യത്തെ സംബന്ധിച്ച് ഞാൻ കുറച്ച് ടെക്സ്റ്റുകൾ അവരുടെ ഗ്രൂപ്പിൽ ഇട്ട് കൊടുത്തിരുന്നു. പക്ഷെ ഞാൻ അത് ലോഡാവാൻ വളരെയധികം താമസം പിടിക്കും. ഞാനത് പറഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ പോകുന്ന RTO ഓഫീസിലേക്കാണ് പോകുന്നത്. പിന്നെ ഞാൻ നേരെ പോകുന്നത് മങ്കട പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അതൊരു കേസുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. പിന്നെ ഞാൻ നേരെ പോകുന്നത് എവിടേക്കാണ്? ഞാൻ എന്റെ കന്നഡ പൊട്ടിയിട്ട് അത് പിന്നെ ഒരു പുതിയ കന്നഡ വാങ്ങാൻ വേണ്ടി മഞ്ചേരിക്കാണ് പോകുന്നത്. അപ്പോഴത്തേക്ക് തന്നെ വൈകുന്നേരം 5 മണിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് 6 മണിക്ക് അവിടെ എത്തണം, മൂത്തേടത്ത് എത്തണം. പിന്നെ ഞാൻ വളരെ ഹൈ സ്പീഡിൽ മൂത്തേടത്ത് പോകാൻ. പിന്നെ രാത്രി 1 മണിക്കാണ് പള്ളിയിലേക്ക് തിരിച്ചു വരുന്നത്. എന്നിട്ട് ഇവരിങ്ങനെ നിരന്തരം പറയാണ്, റേഞ്ച് പോയ ആളിഞ്ഞി ഉണ്ടാവില്ല, റേഞ്ചല്ല പോയിട്ടുള്ളത്, നെറ്റ്വർക്ക് അല്ല പോയിട്ടുള്ളത്, വേറൊരു വർക്കാണ് പോയിട്ടുള്ളത്. ഒരാൾ പറഞ്ഞതല്ല, നെറ്റ്വർക്ക് പോയിട്ടില്ല, വേറെന്തോ ഒരു വർക്കായൊക്കെ പോയിട്ടുണ്ട്. എന്ത് വർക്കാണുള്ളത് എനിക്കറിയില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ഞാൻ പറഞ്ഞു വരുന്നത് കേരള സംസ്ഥാനക്കാരുടെ പിന്നെ അവരുടെ കേരള സംസ്ഥാനക്കാർക്കൊരു സാഹിത്യമുണ്ട്. ആ സാഹിത്യത്തിന്റെ നിർമ്മാതാവ്, ഞാൻ ആളെ പറയുന്നില്ല, ആ കേരള സംസ്ഥാനക്കാരിലുള്ള ഒരു തരം സാഹിത്യത്തിന്റെ നിർമ്മാതാവ് ആവിഷ്കരിച്ച ഒരു തരം വിമർശന ശൈലിയുണ്ട്. ആ വിമർശന ശൈലി അത് അവരുടെ എല്ലാ അനുയായികളിലും കാണുന്നു. ആരാണ് നിർമ്മാതാവ് എന്നോ ആരുടെ സ്വാധീനത്താലാണ് അവരുടെ ആ ശൈലി രൂപപ്പെട്ടു വന്നിട്ടുള്ളത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതുകൊണ്ട് ഞാൻ വാക്കുകൾ ചർച്ചിക്കുകയാണ്. ഇവിടെ വേർക്കാൻ വേണ്ടി പറഞ്ഞ ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ. പ്രസവത്തിന്റെ കാര്യങ്ങൾ ഉള്ള സഹോദരിമാർക്ക് സലാമത്തോടുകൂടിയുള്ള വിലാദത്തും ആരോഗ്യമുള്ള സന്താനവും അല്ലാഹു തആല നൽകട്ടെ. അതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധിയിലാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. അല്ലാഹു തആല നമ്മുടെ രാജ്യത്തിന്റെ ശരിയായ ദിശയിൽ അതിന്റെ ശരിയായ വികസനവും ശരിയായ പുരോഗതിയും അല്ലാഹു തആല നമ്മുടെ രാജ്യത്തിന് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് നാടുകളിലും അതുപോലുള്ള നാടുകളിലൊക്കെ ജോലിക്ക് പോയ നമ്മുടെ ആയിരക്കണക്കായ സഹോദരങ്ങൾ അല്ലാഹു തആല അവരുടെ ജോലിയിലൊക്കെ നല്ല ഖൈറും ബറക്കത്തും റാഹത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ.